Good morning. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നല്ലേ? എവിടെ വരെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഒബ്ജക്റ്റീവ്സ് എടുത്തായിരുന്നോ? ഒബ്ജക്റ്റീവ്സ് വരെയാണോ നമ്മൾ പറഞ്ഞു നിർത്തിയത്? അതെ, ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞല്ലേ? ഓക്കെ, 3 പോയിന്റ്സ് വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തീർത്തത്? ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒബ്ജക്റ്റീവ്സിന്റെ 3 പോയിന്റ്സും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞു അല്ലെ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കി സം ഓഫ് ദ മെയിൻ ഫങ്ഷൻസ് the laundry services are the following. ചില ഫങ്ഷൻസ് ആണ് ഇവിടെ പറഞ്ഞേക്കണേ കേട്ടോ. സം ഓഫ് ദ മെയിൻ ഫങ്ഷൻസ്, പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ് ലോണ്ടറി സർവീസിന്റെ, ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് അല്ലെ, അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നോക്കി, ടു കളക്ട് or receive soiled and infected linen from different places. അല്ലെ, സോയിൽഡ് ലിനൻ എന്ന് പറഞ്ഞ എന്താ? മലിനമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ അഴുക്ക് പുരണ്ട, മലിനമായിട്ടുള്ള എന്നുള്ള മീനിങ് ആട്ടോ സോയിൽഡ് എന്ന് പറയുന്നത്. സോയിൽഡ് മലിനമായ, ആൻഡ് ഇൻഫെക്റ്റഡ് ലിനൻ മൈക്രോബ്സ്, ഇൻഫെക്ഷൻ ഉള്ള, അങ്ങനെ എന്തെങ്കിലും മൈക്രോബ്സോ അങ്ങനെ സൂക്ഷ്മ ഇതൊക്കെ ഉള്ള തരത്തിലുള്ള തുണികൾ. അതായത് ഉദ്ദേശിക്കുന്ന ഇവിടെ ചീത്തയായിട്ടുള്ള അഴുക്കായിട്ടുള്ള അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ലിനൻ അത് ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക, റിസീവ് അല്ലെ, സ്വീകരിക്കുക. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസിന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അല്ലെങ്കിൽ പല ഏരിയസിൽ നിന്നും അഴുക്ക് പിടിച്ച അല്ലെങ്കിൽ മലിനമായിട്ടുള്ള തുണിത്തരങ്ങള് ശേഖരിക്കുക. രണ്ടാമത് നോക്കിയേ, ടു പ്രോസസ് ദ soiled linen which includes sorting, sluicing, disinfecting, washing, extracting, conditioning, ironing, pressing and folding. എന്തൊക്കെയാന്ന് വെച്ച് നോക്കി അവിടെ, ടു പ്രോസസ് ദ സോയിൽഡ് ലിനൻ. അപ്പൊ മലിനമായിട്ടുള്ള അല്ലെങ്കിൽ അഴുക്ക് പിടിച്ച അല്ലെ തുണിത്തരങ്ങള് പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും അല്ലെ പല ഏരിയയിൽ നിന്നും കളക്ട് ചെയ്യുന്നു. അപ്പൊ അത് നെക്സ്റ്റ് വരുന്ന അതിന്റെ പ്രോസസ് ആണ്. അപ്പൊ അങ്ങനെ ശേഖരിച്ചിട്ടുള്ള ആ തുണിത്തരങ്ങള് എന്തൊക്കെയാ ചെയ്യുന്നേ? അതൊക്കെ ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്? സോർട്ടിങ്, അത് ഓരോന്നും അടുക്കി വെക്കും. നമ്മളും അങ്ങനെയല്ലേ? ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെയൊക്കെ തന്നെയാണ്. നമ്മൾ തുണികള് കഴുകാനായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ പല റൂമുകളിൽ നിന്നൊക്കെ എടുത്ത് കൊണ്ടുവന്ന് നമ്മൾ വാഷിംഗ് മെഷീനിലാണെങ്കിൽ അല്ലെ, മെഷീനിൽ ഇടുന്നതിന് മുന്നേ നമ്മൾ ആദ്യം തന്നെ എന്താ? അത് സോർട്ട് ചെയ്യും അല്ലെ, അതിനെ ഒന്ന് അടക്കി വെക്കും. അതായത് എന്താ? നമുക്ക് വൈറ്റ് വേറെ അല്ലെ, അല്ലെങ്കിൽ കളർ കളക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി, നല്ല ഡ്രസ്സുകൾ മാറ്റി, നൈറ്റിക്ക് ഇടുന്ന ഡ്രസ്സുകൾ മാറ്റി, അങ്ങനെ നമ്മളൊന്ന് അതിനൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് എന്താ പറയാ അടക്കി വെക്കും അല്ലെ, തരം തിരിക്കും. അതിനെ ഒന്ന് സോർട്ട് ചെയ്യാന്ന് വെച്ചാൽ അടക്കുക എന്നാട്ടോ. ഓരോന്നും അടക്കി വെക്കും. ദെൻ അടുത്തത് നോക്കിയേ, സ്ലൂസിങ്. സ്ലൂസിങ് എന്ന് പറഞ്ഞാൽ അതിനെ കഴുകും. എന്തെങ്കിലും അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകും. ഇതാണ് സ്ലൂസിങ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ നമ്മുടെ ബ്ലഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ അത് അവര് മെഷീനിലേക്ക് ഇടുകയല്ല ചെയ്യുന്നത്. അതെന്ത് ചെയ്യും? ആദ്യം വെറുതെ ഒന്ന് അത് കഴുകും. ഓക്കെ, നെക്സ്റ്റ് നോക്കി അടുത്ത എന്താ? ഡിസിൻഫെക്റ്റിംഗ്. ഡിസിൻഫെക്ഷൻ നടത്തുക. അതായത് നമുക്ക് ബ്ലീച്ചിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അണുനാശിനിയൊക്കെ ഇല്ലേ, അതാണ് അണുനശീകരണം നടത്തുക. അതാണ് ഡിസിൻഫെക്റ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഡിസിൻഫെക്റ്റിംഗ്. നെക്സ്റ്റ് എന്ത് ചെയ്യും? അതിനുശേഷം ബ്ലീച്ചിലോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് അതെന്ത് ചെയ്യുന്നു? അതിന് നെക്സ്റ്റ് അത് വാഷ് ചെയ്യും, അത് ഒന്ന് കഴുകും, വാഷ് ചെയ്യും. നെക്സ്റ്റ് പറഞ്ഞേക്കുന്ന എക്സ്ട്രാക്റ്റിംഗ്. അതാണ് ശരിക്കും വേർതിരിക്കുക എന്നാട്ടോ കറക്റ്റ് മീനിങ്. എക്സ്ട്രാക്റ്റിംഗ്, വേർതിരിക്കുന്നു അതിനെ. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? കണ്ടീഷനിങ്. കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് എന്താ പറയാ ഓരോ പ്ലേസിലേക്ക് വെക്കും, ഓരോ സ്ഥാനം, എന്താണ് കണ്ടീഷനിങ്, ഓരോ പൊസിഷനിലേക്ക് വെക്കും. ദെൻ നെക്സ്റ്റ് അത് എന്ത് ചെയ്യുന്നു? അയണിങ്. അത് അയൺ ചെയ്യും, അത് തേക്കും. നെക്സ്റ്റ് അടുത്ത എന്താ? പ്രസ്സിങ്. പ്രസ് ചെയ്യും.
നെക്സ്റ്റ് നോക്കിയേ, ആൻഡ് ഫോൾഡിങ്, എന്നിട്ട് മടക്കും. അതാണ് ആ ഒരു പ്രോസസ്സാണ് കേട്ടോ. മൊത്തത്തിൽ അവിടെ നടക്കുന്ന പ്രോസസ്സുകളാണ് കൊടുത്തേക്കുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ, ഏതൊക്കെയാണെന്നുള്ളത്. സോർട്ടിങ്, സ്ലൂസിങ്, ഡിസിൻഫെക്റ്റിംഗ്, വാഷിംഗ്, എക്സ്ട്രാക്റ്റിംഗ്, കണ്ടീഷനിങ്, അയണിങ്, പ്രസ്സിങ് ആൻഡ് ഫോൾഡിങ്. ഫോൾഡ് ചെയ്യുക, ലാസ്റ്റ് അത് അയൺ ചെയ്ത് പ്രസ് ചെയ്ത് അത് ഫോൾഡ് ചെയ്ത് മടക്കിയാണ് വരുന്നത് അല്ലെ. ഇപ്പൊ ചീത്തയായിട്ടുള്ള തുണികൾ കൊണ്ടുപോയി ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് മടക്കി അലക്കി നമ്മളത് തേച്ച് പ്രസ് ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് മടക്കി ആ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് തന്നെ എത്തിച്ചു കൊടുക്കും, ആ ഏരിയയിലേക്ക് തന്നെ എത്തിച്ചു കൊടുക്കും. അത് ആ പ്രോസസ്സുകൾ ഒന്ന് നോട്ട് ചെയ്തോ. പിന്നെ അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ഫസ്റ്റ് എന്താണ് ആ ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസ്? അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മലിനമായിട്ടുള്ള ചീത്തയായിട്ടുള്ള ലിനൻ തുണികളൊക്കെ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. അതാണ് ഒന്നാമത്തെ ഇത് പറഞ്ഞേക്കണേ കേട്ടോ. നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് നോക്കിയാൽ ടു ഇൻസ്പെക്ട് ചെയ്യുക, പരിശോധിക്കുക. ആൻഡ് റിപ്പയർ ദ ഡാമേജ്ഡ് മെറ്റീരിയൽ ആൻഡ് റീപ്ലേസ് ദം. എന്നിട്ട് അവരത് കളക്ട് ചെയ്ത് കഴിയുമ്പോൾ നോക്കൂല, അതൊന്ന് എന്ത് ചെയ്യും, ഇൻസ്പെക്ട് ചെയ്യും, അതൊന്ന് പരിശോധിക്കും. എന്തെങ്കിലും കീറിപ്പോയതുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മോശമായതുണ്ടോ, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതുണ്ടോ, അതൊക്കെ ഒന്ന് പരിശോധിച്ച് അതിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അല്ലെ, ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യും. ഇപ്പൊ സ്റ്റിച്ചിങ് ഒക്കെ വിട്ടു, ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ നമ്മള് പില്ലോ കവർ അതിന്റെ ബെഡ്ഷീറ്റ് അതിന്റെ സ്റ്റിച്ച് വിട്ടെങ്കിൽ എന്ത് ചെയ്യും, അവരതൊക്കെ എന്ത് ചെയ്യും, റിപ്പയർ ചെയ്യും, അത് തുന്നും, സ്റ്റിച്ച് ചെയ്യുക അത് കേട്ടോ. അപ്പൊ അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, ആ തുണികള് എന്ത് ചെയ്യുന്നു, ഇൻസ്പെക്ട് ചെയ്യും, പരിശോധിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആൻഡ് റിപ്പയർ ഡാമേജ്ഡ് മെറ്റീരിയൽ ആൻഡ് റീപ്ലേസ് ദം. അവിടെ ഡാമേജ് ആയതിന് ഉപയോഗിക്കാൻ പറ്റാത്ത ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, അത്രയും സെറ്റ് തന്നെ അങ്ങോട്ടേക്ക് തിരിച്ചു കൊടുക്കണ്ടേ. അപ്പൊ അതിന് പകരം വേറെ അവിടെ റീപ്ലേസ് ചെയ്യും. Next നോക്കിയേ, to distribute clean linen to the respective user departments as needed. To distribute ചെയ്യാന്ന് വെച്ചാൽ എന്താ, വിതരണം ചെയ്യുക. വിതരണം ചെയ്യുക എന്താ, ക്ലീൻ ലിനൻ ടു റെസ്പെക്റ്റീവ് യൂസർ ഡിപ്പാർട്ട്മെന്റ് ആസ് നീഡഡ്. ആവശ്യാനുസരണം അത് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്, അതാണ് യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യുന്നു, വിതരണം ചെയ്യുന്നു. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ആ തുണികളൊക്കെ ആണെങ്കിൽ അതെന്ത് ചെയ്യുന്നു, ഇങ്ങനെ പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് നമുക്ക് അത് അലക്കി കഴുകി അലക്കി തേച്ച് ഉണക്കി ഫോൾഡ് ചെയ്തിട്ട് അത് അങ്ങോട്ട് തന്നെ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ അല്ലെ, അത് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് യൂസർ ഡിപ്പാർട്ട്മെന്റ്. ആ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, വിതരണം ചെയ്യുന്നു. To distribute clean linen to the respective user department as needed. ആവശ്യാനുസരണം അത് യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അടുത്ത് നോക്കിയേ, to maintain and to control the inventories and the processed linen. To maintain ചെയ്യാന്ന് വെച്ചാൽ നിലനിർത്തുക. ആൻഡ് കൺട്രോൾ നിയന്ത്രിക്കുക. എന്താണ്, ഇൻവെന്ററീസ് സ്റ്റോക്കുകൾ. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് അല്ലെ, അല്ലെങ്കിൽ ചരക്ക് പട്ടിക സ്റ്റോക്ക്. ആ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ഇത്ര ഇത് സ്റ്റോക്ക് വേണമെന്നുണ്ടല്ലോ അല്ലെ, ഓരോ ഇത് നമുക്ക് എത്ര മൊത്തം റൂംസുകൾ എത്രയുണ്ട്, ആ റൂംസിലേക്ക് എത്ര ബെഡുകളുണ്ട്, അതിന് നമ്മൾ എന്താ പറയാ അഡീഷണൽ, നമ്മൾ ഓൾറെഡി ബെഡിലിട്ടുന്നത് കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ളത് വേണം അല്ലെ. അപ്പൊ മൊത്തം ആ ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ടുള്ള എത്ര ഇത് വേണം, അതിന്റെ സ്റ്റോക്ക് അവര് മെയിൻറ്റെയിൻ ചെയ്യണം. ആ സ്റ്റോക്ക് എന്ത് ചെയ്യാം, നിലനിർത്തണം. ആൻഡ് പ്രോസസ്ഡ് ലിനൻ. Next, retain different types of registers in the department. ആ ഡിപ്പാർട്ട്മെന്റിലുള്ള പല രജിസ്റ്ററുകള് റീറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക അല്ലെ. ഇപ്പൊ നമ്മുടെ എന്താ പറയാ, ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണെങ്കിലും നമ്മൾ കളക്ട് ചെയ്യുമ്പോഴൊക്കെ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണ്ടേ അല്ലെ, ഇത്ര എണ്ണം ഉണ്ടെന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് അതിനുശേഷം നമ്മൾ അങ്ങോട്ടേക്ക് അത് വാഷ് ചെയ്ത് കറക്റ്റ് ആയിട്ട് അത്ര എണ്ണം തന്നെ അവർക്ക് കൊടുക്കണ്ടേ ഓരോ സെക്ഷനിലേക്കും. പിന്നെ എത്ര ഇതുണ്ട്, പിന്നെ അല്ലാത്ത സാധനങ്ങൾ ഇപ്പൊ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന പൗഡർ ആയിട്ടോ ഡിസിൻഫെക്റ്റന്റ് ആയിട്ടോ ഇതൊക്കെ മേടിക്കണേന്റെ ഒക്കെ മൊത്തത്തിലൊരു കണക്കും കാര്യങ്ങളും അവിടെ ഉണ്ടാവുമല്ലോ
അല്ലേ? അപ്പൊ മെഷീൻസുകളുടെ ആണെങ്കിലും എല്ലാത്തിന്റെയും ആ ലോണ്ടറി ആൻഡ് ലിനൻ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ രജിസ്റ്ററുകളും നിലനിർത്തുക. റീറ്റെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റർ. ഓരോന്നും എടുത്ത് പറയുന്നില്ല, പല തരത്തിലുള്ള രജിസ്റ്ററുകള് ആ ഡിപ്പാർട്ട്മെന്റിലുള്ള പല തരത്തിലുള്ള രജിസ്റ്ററുകള് റീറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക. ഈ പോയിന്റ്സ് തന്നിട്ട് 6 പോയിന്റ് ഉണ്ട്. അത് തന്നിട്ട് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് അതിന്റെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ലയോ എന്ന് ചോദിച്ചാൽ ഐഡന്റിഫൈ ചെയ്യാലോ. എല്ലാരും നമുക്ക് തുണികളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോയിന്റ്സ് തന്നെയല്ലേ? ഓക്കെ, അതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂലേ? ക്ലിയർ അല്ലേ? അത് പോയിന്റ്സുകൾ വായിച്ചാൽ മനസ്സിലാവുമല്ലോ. എളുപ്പമുള്ള ഒരു ചാപ്റ്റർ അത്, ഏറ്റവും എളുപ്പം എന്ന് തന്നെ പറയാം. കുറെയൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ അല്ലേ 6 പോയിന്റ്സ്? ആർക്കെങ്കിലും ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ഇത് എടുത്തോട്ടെ എന്നാ. ഓക്കെ, of the department is to manage technical function. ഇനി ഈ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്താന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഈസ് ടു മാനേജ് ടെക്നിക്കൽ ഫങ്ഷൻസ്. എന്തൊക്കെ കാര്യങ്ങളാണെന്നൊക്കെ? ടു മാനേജ് ടെക്നിക്കൽ ഫങ്ഷൻസ്. അവിടെ ടെക്നിക്കൽ ആയിട്ടുള്ള എല്ലാ എന്താ പറയാ എല്ലാ പ്രവർത്തനങ്ങളും കേട്ടോ, എല്ലാ പ്രവർത്തനങ്ങളും എന്ത് ചെയ്യുക? മാനേജ് ചെയ്യുക. നെക്സ്റ്റ് നോക്കിയേ, ഡിറ്റർമിനിങ്. അതൊന്ന് കറക്റ്റ് ചെയ്ത് കേട്ടോ. DETERMINING. ഫങ്ഷൻ ഇമ്പോർട്ടന്റ് ആണോന്നോ? ഇമ്പോർട്ടന്റ് എന്നല്ല, ഫങ്ഷൻസിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത അല്ലോ എന്നൊക്കെ ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് എന്താ പറയാ ആൻസർ ചെയ്യാൻ പാകത്തിന് ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. അത് ചോദിക്കില്ല എന്ന് പറയാനും പറ്റില്ല. ഓക്കെ, ഫങ്ഷൻസ് പോയിന്റ്സ് ആണല്ലോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇനി നെക്സ്റ്റ് നോക്കി, അവിടെ ആ ഡിറ്റർമിനിങ് കേട്ടോ, അതൊന്ന് കറക്റ്റ് ചെയ്തേ. DETERMINING ഡിറ്റർമിൻ, നിർണ്ണയിക്കുക. എന്താണ്? ഓഫ് ദ ടൈപ്പ് ഓഫ് ലിനൻ ടു ബി പർച്ചേസ്ഡ്. ഏത് തരത്തിലുള്ള ലിനനാണ് അല്ലെ വാങ്ങേണ്ട, ലിനൻ ഏതാണ്, പർച്ചേസ് ചെയ്യേണ്ട ഏത് തരത്തിലുള്ള തുണിത്തരങ്ങളാണ്, ഏത് ടൈപ്പ് ആണെന്നുള്ളത് നിർണ്ണയിക്കുക. Then the quality of the materials in stock. അടുത്ത റെസ്പോൺസിബിലിറ്റി എന്നാ? ആ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ഇല്ലേ, അതിന്റെ ക്വാണ്ടിറ്റി എന്നാട്ടോ. QUANTITY, ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ഇൻ സ്റ്റോക്ക്. ആ സ്റ്റോക്കുള്ള മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി അത് എന്ത് ചെയ്യണം, അതും എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുക. ഇതൊക്കെയാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസിൽ ഉൾപ്പെടുന്നത് കേട്ടോ. അവിടുത്തെ പ്രവർത്തനങ്ങൾ, ടെക്നിക്കൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുക, ഏത് തരത്തിലുള്ള ഏത് ടൈപ്പ് ലിനൻ പർച്ചേസ് ചെയ്യണം എന്നുള്ളത് കൈകാര്യം ചെയ്യുക, ഈ ക്വാണ്ടിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക്, ആ സ്റ്റോക്ക് ഉള്ള ആ മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ അളവ് അത് മാനേജ് ചെയ്യുക. അതായത് കറക്റ്റ് എണ്ണം ഇതൊക്കെ വേണ്ട, അത്രയും ക്വാണ്ടിറ്റിയിൽ തന്നെ വേണം. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക? കൈകാര്യം ചെയ്യുക. റിക്വയർമെന്റ്സ് ഫോർ ലിനൻ വേരി ഇൻ വേരിയസ് ഏരിയാസ്. ഓരോ ഏരിയയിലും ഓരോ എന്താ പറയാ ആവശ്യമായിട്ടുള്ള തുണിത്തരങ്ങളുടെ വ്യത്യാസം ഇല്ലേ? ഇപ്പൊ നമ്മൾ എന്താ പറയാ ഒരു ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നതായിരിക്കില്ല ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊടുക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കൊടുക്കുന്ന ഐറ്റംസ് ആയിരിക്കില്ല ICUലേക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ഓരോ ഏരിയയിലും അല്ലെ ആ കൊടുക്കുന്ന ആ ലിനന്റെ റിക്വയർമെന്റ്സ്, ആവശ്യകത വ്യത്യാസപ്പെട്ടിരിക്കൂലേ അല്ലെ? അവിടെ എന്ത് പ്രവർത്തനം നടക്കണേ അതിനനുസരിച്ചുള്ള ലിനൻ തുണിത്തരങ്ങളായിരിക്കണം അവർക്ക് ആവശ്യം അല്ലെ. റിക്വയർമെന്റ് ഫോർ ലിനനിന് ഉള്ള ആ തുണിത്തരങ്ങൾക്കുള്ള ആ റിക്വയർമെന്റ്സ്, ആവശ്യകത വ്യത്യാസപ്പെടും. എങ്ങനെയാ? ആ ഏരിയയിനനുസരിച്ച്. അതായത് ഓരോ ഏരിയയിലും അതിനനുസരിച്ചുള്ള തുണിത്തരങ്ങളൊക്കെ ആയിരിക്കും വേണ്ടത്. ആൻഡ് ദ ഹോസ്പിറ്റൽ നീഡ്സ് ടു പ്രൊവൈഡ് എ സഫിഷ്യന്റ് quantity of linen for circulation as well as rest period in storage. കണ്ടോ? ഇനി ഹോസ്പിറ്റലിന് എന്ത് വേണം? നീഡ് ടു പ്രൊവൈഡ് എ സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് ലിനൻ. ഒരു സെറ്റ് മതിയോ?
ഒരു സെറ്റ് മതിയോ നമുക്ക്? തുണി ഇപ്പൊ ഒരു ബെഡ്ഷീറ്റ് ഉള്ളൂ, ഇപ്പൊ ഒരു എന്താ പറയാ റൂം നമ്പർ ഒരു 10ാമത്തെ റൂമിലേക്ക് ബെഡ്ഷീറ്റ് ഒരെണ്ണം അല്ലെങ്കിൽ ഒരു പില്ലോ കവർ അത്രയും മതിയോ? അത് നമ്മൾ ആ കണക്ക് മൊത്തം എടുക്കുമ്പോൾ, അതായത് അവർക്ക് ഒരെണ്ണം നമ്മൾ ഓൾറെഡി ബെഡിലിട്ട് കൊടുത്തേണ്ടല്ലേ, അത് കുഷിഞ്ഞ് മാറ്റുമ്പോൾ അല്ലെങ്കിൽ അത് പിറ്റേ ദിവസം അത് മാറ്റുമ്പോ അതിനെ റീപ്ലേസ് ചെയ്യേണ്ടി വരണം അല്ലേ? റീപ്ലേസ് ചെയ്യണ്ടേ? അപ്പൊ അവർക്ക് നമ്മൾ എക്സ്ട്രാ 2 സെറ്റ് എങ്കിലും അതിന്റെ ഇത് പറയണ്ടോ ലാസ്റ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയണ്ട്. അപ്പൊ നമുക്ക് എക്സ്ട്രായും കൂടി അവിടെ കരുതണം. അല്ലാതെ ഇപ്പൊ ഒരു റൂമിലേക്ക് ഒരു സെറ്റ് മാത്രം പോരാ. മനസ്സിലായോ? അത് നമ്മൾ അത് ഇടുമ്പോ പിന്നെ നമ്മളും അങ്ങനെയല്ലേ വീട്ടില് ബെഡ്ഷീറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അലക്കാൻ എടുക്കുമ്പോഴത്തേക്ക് അടുത്തത് നമ്മൾ വിരിക്കൂലേ? ഓൾറെഡി നമ്മുടെ അലമാരിയിലും ഒരെണ്ണം കഴുകി മടക്കിയത് ഉണ്ടാകും, ഒരെണ്ണം നമ്മൾ നമ്മള് ബെഡിൽ വിരിച്ചിട്ടുണ്ടാവും, ഒരെണ്ണം നമ്മൾ അലക്കാൻ എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു 2-3 സെറ്റെങ്കിലും വേണ്ടേ നമുക്ക് അല്ലേ? വേണ്ടേ അങ്ങനെ? നമുക്കത് ആ സർക്കുലേഷന് അല്ലെ, അതായത് അതാ പറഞ്ഞേക്കുന്നേ. അപ്പൊ ആ സർക്കുലേഷൻ, അതാണ് അവിടെ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഒരെണ്ണം നമ്മൾ ആ പേഷ്യന്റിന്റെ ബെഡിൽ വിരിച്ചേക്കുന്നത്, ഒരെണ്ണം നമ്മൾ കഴുകാൻ എടുത്തുകൊണ്ടിരുന്നേക്കുന്നത്, ഒരെണ്ണം എക്സ്ട്രാ നമ്മൾ അവിടെ കഴുകി മടക്കി വെച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് സഫിഷ്യന്റ് ക്വാണ്ടിറ്റിയില് ലിനൻ ആ സർക്കുലേഷന് വേണ്ടിയിട്ട് വേണം. അതായത് ഇപ്പൊ ഇന്ന് ഇടുന്ന തുണി ഇന്ന് തന്നെ കഴുകി മടക്കി അപ്പൊ തന്നെ നമുക്ക് വിരിക്കാൻ പറ്റൂല്ലോ അല്ലെ? ബെഡിൽ വിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് എക്സ്ട്രാ നമ്മൾ ആ സർക്കുലേഷൻ കറക്റ്റ് ആയിട്ട് അത് റീസൈക്കിൾ ചെയ്ത് പോകാനായിട്ട് അത്രയും ക്വാണ്ടിറ്റിയിൽ, അതിന്റെ സഫിഷ്യന്റ് ക്വാണ്ടിറ്റിയിൽ ഈ തുണിത്തരങ്ങള് ഹോസ്പിറ്റലിന് വേണം. ഓക്കെ, അതാണ് പറഞ്ഞത്. ആസ് വെൽ ആസ് ദ റെസ്റ്റ് പീരീഡ് ഇൻ സ്റ്റോറേജ്, അതായത് ഒരെണ്ണം നമ്മൾ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഒരെണ്ണം നമ്മുടെ എക്സ്ട്രാ അവിടെ കറക്റ്റ് അലക്കി മടക്കി റെഡി ആക്കിയതും ഒരെണ്ണം വേണം, സ്റ്റോർ ചെയ്തേക്കുന്നതും ഒരെണ്ണം വേണം. ഓക്കെ, ഒരെണ്ണം കഴുകാൻ കൊണ്ടുപോയി, ഒരെണ്ണം ബെഡിൽ വിരിച്ചു, ഒരെണ്ണം അവിടെ സ്റ്റോർ ചെയ്തും വെക്കണം. ഇനി അടുത്ത് നോക്കിയേ, ആ റെസ്പോൺസിബിലിറ്റി 3 ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ, ഏതെങ്കിലും എടുത്ത് ചോദിച്ചാലോ. അടുത്ത നോക്കിയേ, ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. Location and design. The laundry should be located in an area that has sufficient daylight and natural ventilation. നമ്മളും അങ്ങനെ തന്നെയല്ലേ, നമ്മുടെ തുണിയൊക്കെ കഴുകി ഇടാനായിട്ട് നമുക്ക് ലൈറ്റ് വേണ്ടേ അല്ലെ? ഡേ ലൈറ്റ്, സൂര്യപ്രകാശം ഒക്കെ കിട്ടുന്ന തരത്തിൽ അവിടെയല്ലേ നമ്മൾ ആരെയൊക്കെ ആണെങ്കിലും കെട്ടുന്നേ അല്ലെ? വെയിലില്ലാത്തടത്ത് കൊണ്ടുവന്ന് ആളെ കെട്ടിയിട്ട് കാര്യമുണ്ടോ? അത് നല്ല ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലം നോക്കിയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ ലോണ്ട്രി അല്ലെങ്കിൽ ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റ് ആ ഒരു ഏരിയ നമ്മൾ എവിടെ വെക്കണം? നല്ല ലൈറ്റ് ഒക്കെ കിട്ടുന്ന രീതിയിൽ, സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ വേണം. എന്തിനാ? തുണിയൊക്കെ വേഗം ഉണക്കിയെടുക്കണ്ടേ നമുക്ക്? അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഡയലൈറ്റ്, പകൽ വെളിച്ചം, അതായത് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ, പിന്നെ നാച്ചുറൽ വെന്റിലേഷൻ, നല്ല വെന്റിലേഷൻ വേണം അവിടെ. ഓക്കെ, അതാണ് ഒന്നാമത്തെ പറഞ്ഞേക്കണേ കേട്ടോ. ഏരിയയിൽ എങ്ങനെയുള്ള ഒരു ഏരിയയിലായിരിക്കണം ഇത് ലൊക്കേറ്റ് ചെയ്യേണ്ടത്? ലോണ്ട്രി ഷുഡ് ബി ലൊക്കേറ്റഡ് ഇൻ ആൻ ഏരിയ ദാറ്റ് ഹാസ് എ സഫിഷ്യന്റ് ഡേലൈറ്റ് ആൻഡ് നാച്ചുറൽ വെന്റിലേഷൻ. ആവശ്യത്തിന് പ്രകാശം കിട്ടണം, വെന്റിലേഷനും വേണം. Typically, it should be on the ground floor. Underline ചെയ്തിട്ട് സെന്റൻസ്. സാധാരണയായിട്ട് ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റ് എവിടെ വെക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം? എവിടെയായിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അല്ലെ? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. നമുക്ക് തുണികൾ കൊണ്ടുവരാനും വാഷ് ചെയ്ത് വിരിക്കാനും എല്ലാത്തിനും എളുപ്പം താഴെ തന്നെയല്ലേ അല്ലെ? ഒത്തിരി എന്താ പറയാ, ബിൽഡിങ്ങിന്റെ ടോപ്പ് ഫ്ലോറിൽ അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഒക്കെ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെയൊക്കെ അല്ലെ? അതുകൊണ്ട് ഏറ്റവും അഭികാമ്യം ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആയിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തതിനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റ്, ലോണ്ട്രി ഷുഡ് ബി ലൊക്കേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മളെല്ലാം പഠിച്ചത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വേണമെന്നാ അല്ലെ?
അല്ലെ? ഇതാണ് ഏറ്റവും അഭികാമ്യം എന്നുള്ളത് പഠിച്ചത്. ഇറ്റ് ഷുഡ് ബി ഓൺ എ ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വേണം ആയിരിക്കണം. അതാണ് കുറച്ചും കൂടി അഭികാമ്യം. കാര്യം മനസ്സിലായില്ല എന്താന്നുള്ളത്? ഓഫ് ആൻ ഐസൊലേറ്റഡ് ബിൽഡിംഗ്. പിന്നെ നോക്കിയേ, ഈ ബിൽഡിംഗ് ഒരു ഒറ്റപ്പെട്ട് നിർത്തണം എന്ന്. ഐസൊലേറ്റഡ് ആയിരിക്കണം. നമ്മൾ മോർച്ചറിയിലൊക്കെ പഠിച്ചില്ലേ, ഒരു ഐസൊലേറ്റഡ് ആയിരിക്കണം എന്ന് വെച്ചാൽ അതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയാൽ മതി. ഇതിൽ വല്ല മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിൽ കൊണ്ടുവന്ന് ഈ ഇത് വെക്കാനൊന്നും പാടില്ല അല്ലെ? അതിനെ ഒരു ഒറ്റപ്പെട്ട് നിർത്തണം. എന്നുവെച്ചാൽ വേറെ ഒരുമായിട്ട് വേറെ കണക്ഷൻ ഒന്നും വേണ്ട അവിടേക്ക് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ, അതിനെ ഒരു സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നതായിരിക്കണം ഏറ്റവും അഭികാമ്യം. ഓഫ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ബിൽഡിംഗ് സിറ്റുവേറ്റഡ്. ഇനി എവിടെയാന്ന് നോക്കിയേ, ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നെക്സ്റ്റ് ടു ഓർ അഡ്ജസന്റ് ടു ദ വാട്ടർ ആൻഡ് പവർ പ്ലാന്റ് എവേ ഫ്രം ദ മെയിൻ സർവീസ് ഏരിയ. ഇനി നമുക്ക് അലക്കാൻ വെള്ളം വേണ്ടേ? വെള്ളം വേണ്ടേ? ഇപ്പൊ നമ്മളാണെങ്കിലും അലക്കുകല്ലൊക്കെ നമ്മൾ വെച്ചേക്കുന്ന, അല്ലെങ്കിൽ വാഷിംഗ് മെഷീനൊക്കെ വെച്ചേക്കുന്ന ആ ടാങ്കിന്റെ ഒക്കെ അടുത്ത് നമുക്ക് പെട്ടെന്ന് വെള്ളം കിട്ടുന്ന സ്ഥലത്ത് ആയിരിക്കില്ലേ അല്ലേ നമുക്ക്? അപ്പൊ അതൊരു വെള്ളം അലക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കിട്ടുന്നത്. അതുപോലെ പവർ പ്ലാന്റ്, നമുക്ക് ആവശ്യത്തിന് ലൈറ്റ്, അതിന്റെ കറണ്ട് സംഭവങ്ങളൊക്കെ വേണമല്ലോ, മെഷീൻസ് അല്ലേ ഇതെല്ലാം പ്രവർത്തിക്കണേ. അപ്പൊ അങ്ങനെയുള്ളത് അതിനോട് ചേർന്നുള്ള സ്ഥലമായിരിക്കണം. അപ്പൊ വെള്ളമൊക്കെ അടുത്ത് ഉണ്ടെങ്കിൽ നമുക്ക് വാഷ് ചെയ്യാനും ഒക്കെ വെള്ളം എടുക്കാനും ഒക്കെ എളുപ്പമാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഇതിനോട് ചേർന്നായിരിക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, എവേ ഫ്രം ദ മെയിൻ സർവീസ് ഏരിയ. പ്രധാനപ്പെട്ട മെയിൻ സർവീസ് ഏരിയയിൽ നിന്ന് കുറച്ച് ദൂരത്തിലായിരിക്കണം. കണ്ടോ? എവേ ഫ്രം ദ മെയിൻ സർവീസ് ഏരിയ. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പറയുന്നത്? ഡേലൈറ്റ്, നാച്ചുറൽ വെന്റിലേഷൻ വേണം, പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം അഭികാമ്യം, ഐസൊലേറ്റഡ് ബിൽഡിംഗ് ആയിരിക്കണം, പിന്നെ വാട്ടർ അല്ലെങ്കിൽ പവർ പ്ലാന്റ് അതിനോട് അഡ്ജസന്റ് ചേർന്നായിരിക്കണം, എന്നാൽ സർവീസ് ഏരിയയിൽ നിന്ന് കുറച്ച് ദൂരെയായിരിക്കണം. എവേ ഫ്രം ദ മെയിൻ സർവീസ് ഏരിയ. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ആ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നത് കേട്ടോ. ഇതൊന്ന് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് നോക്കിയേ, the department should be situated close to the elevators. Elevator എന്ന് പറഞ്ഞാൽ എന്താ? എലിവേറ്റർ, ലിഫ്റ്റ്, ലിഫ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എവിടെ ആയിരിക്കണം ഇത്? ഈ ഡിപ്പാർട്ട്മെന്റ്, ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി സിറ്റുവേറ്റഡ് ക്ലോസ് ടു ദ എലിവേറ്റർ. ലിഫ്റ്റിനോടൊക്കെ അടുത്ത് തന്നെ വെക്കുന്നതായിരിക്കും. അടുത്ത ലിഫ്റ്റ് ഒക്കെ ഉള്ളത് അഭികാമ്യമായിരിക്കുന്നത്. എന്താ? ആൻഡ് മസ്റ്റ് പെർമിറ്റ് ഈസി മൂവ്മെന്റ് ഓഫ് ലീനൻ ഫ്രം ഡിഫറെന്റ് ഏരിയാസ്. ഇത് തലയിൽ ചുവന്നുകൊണ്ടാൻ പറ്റുമോ തുണി? നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ബണ്ടിലും കെട്ടുകെട്ടായിട്ടായിരിക്കും. അപ്പൊ അത് നമുക്ക് കൊണ്ടുപോകാൻ ലിഫ്റ്റ് അടുത്താണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ലിഫ്റ്റിലേക്ക് വെച്ച് പല ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കാൻ പാടില്ലേ അല്ലെ? അപ്പൊ അതിന് എന്താ എളുപ്പത്തിന് എലിവേറ്റർ അല്ലെങ്കിൽ ലിഫ്റ്റിനോട് അടുത്തായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ആൻഡ് മസ്റ്റ് പെർമിറ്റ് ഈസി മൂവ്മെന്റ് ഓഫ് ദ ലിനൻ ടു ദ ഡിഫറെന്റ് ഏരിയാസ്. പല ഏരിയയിലേക്ക്, ഹോസ്പിറ്റലിലെ പല ഏരിയയിലേക്കൊക്കെ ആ ലിനൻ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈസി ആയിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്. The hospital laundry manage special items and tasks which mainly include disinfection and infection control of normally stained linen as well as infected linen. ഇനി നോക്കിയേ, ഇതെന്ന് പറഞ്ഞ ഒരു ടാസ്ക് തന്നെയാണ് അവിടെ അല്ലേ? എന്താ? നമ്മള് ആ ഡ്രസ്സുകൾ അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള മലിനമായിട്ടുള്ള ഡ്രസ്സുകൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ വാഷ് ചെയ്ത് തന്നെ കൊടുക്കണ്ടേ? അതിൽ എന്തെങ്കിലും ഇൻഫെക്ഷന്റെ സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡ്രസ്സ് ധരിക്കുമ്പോഴോ അല്ലെ, അത്രയും ഇപ്പൊ എന്താ ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ? അതെന്ന് പറഞ്ഞൊക്കെ വളരെ സ്റ്റെറൈൽ ഏരിയ ആണ്. അങ്ങോട്ടേക്ക് ഇപ്പൊ ഡ്രസ്സിൽ വല്ല ഇൻഫെക്ഷൻ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻ അങ്ങോട്ടേക്കൊക്കെ വരാൻ ചാൻസ് ഇല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ ഇങ്ങനെയുള്ള specialty items that task with include disinfection, പ്രോപ്പർ ആയിട്ട് അണുനശീകരണം നടത്തണം. അതുപോലെ ഇൻഫെക്ഷൻ കൺട്രോൾ, ഇൻഫെക്ഷനെ നിയന്ത്രിക്കണം. അപ്പൊ അങ്ങനെയുള്ള ടാസ്കുകൾ ഇവിടെ ചെയ്യുന്നുണ്ട് അല്ലെ? അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻ, ഇൻഫെക്ഷൻ ഉള്ള അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ലിനൻ, സ്റ്റെയിൻഡ് ആയിട്ടുള്ള മലിനപ്പെട്ട ലിനൻ, ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് ഡിസ്ഇൻഫെക്ഷൻ നടത്തണം. അവിടെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യണം. ആ ഒരു ടാസ്ക് അങ്ങനെയുള്ള ടാസ്കുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. There should be separate infection area from the reception area. എന്താ? അവിടെ ആ റിസപ്ഷൻ ഏരിയയിൽ നിന്ന് ഇൻഫെക്ഷൻസ് ഏരിയ
സെപ്പറേറ്റ് ചെയ്യണം. എന്താണ് ഫസ്റ്റ് നമ്മൾ അവിടെയും ഉണ്ട് റിസപ്ഷൻ ഏരിയ ഉണ്ട്. അപ്പൊ റിസപ്ഷൻ ഏരിയയെയും ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളൊക്കെ കൂട്ടി ഇടുന്ന അല്ലെ ഇൻഫെക്ഷൻ ഏരിയയും തമ്മിൽ എന്ത് ചെയ്യണം, ഒരു സെപ്പറേറ്റ് ചെയ്യണം, ഒരു സെപ്പറേഷൻ വേണം. ഒറ്റ ഇതായിട്ട് കിടക്കരുത്. അതായത് ആ റിസപ്ഷൻ ഏരിയനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. റിസപ്ഷൻ ഏരിയയിൽ നിന്ന് ഇൻഫെക്ഷൻ ഏരിയനെ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം. There should be sufficient power, sufficient quantity of steam as well as correct temperature. അവിടെ എന്താ പവർ, ആവശ്യത്തിന് പവർ വേണ്ടേ, ഇലക്ട്രിസിറ്റി വേണ്ടേ, സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീം, അതുപോലെ തന്നെ നമ്മള് ഇത് എന്താ സ്റ്റീം ചെയ്യാനുള്ള തുണികളൊക്കെ, അപ്പൊ അങ്ങനെയുള്ള അതിന്റെ കറക്റ്റ് ഇത് വേണം. പിന്നെ കറക്റ്റ് ടെമ്പറേച്ചറും അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ അത്രയാണ് ലൊക്കേഷൻ. ആദ്യത്തെ ആ 3-4 പോയിന്റ്സുകൾ ഒന്ന് നോട്ട് ചെയ്തേക്കുക കേട്ടോ. ഇനി അടുത്തത് ഫെസിലിറ്റി ആണ് കേട്ടോ. അവിടുത്തെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സ്പേസ് റിക്വയർമെന്റ്സ്, എന്തൊക്കെ സ്പേസ് വേണം. Facilities and space requirements for laundry and linen services. ഇപ്പൊ ലോണ്ട്രി ലിനൻ സർവീസ് അവിടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയ അവിടെ എന്തൊക്കെ സൗകര്യങ്ങൾ വേണം, അല്ലെങ്കിൽ എന്തിനൊക്കെ ഉള്ള സ്പേസ് വേണം എന്നാ പറഞ്ഞേക്കണേ കേട്ടോ. ദ ബേസിക് റിക്വയർമെന്റ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻക്ലൂഡ്സ്, ഈ ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റില് ബേസിക് ആയിട്ട് അടിസ്ഥാനമായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് ഒന്ന് നോക്കി, ഡീകണ്ടാമിനേഷൻ ഏരിയ. ഒരു ഡീകണ്ടാമിനേഷൻ ഏരിയ. ഡീകണ്ടാമിനേഷൻ എന്ന് വെച്ചാൽ എന്താ, ഡീകണ്ടാമിനേഷൻ അണുവിമുക്തമായിട്ടുള്ള ഏരിയ അല്ലെ, അണുവിമുക്തമായിട്ടുള്ള ഒരു ഏരിയ, ഡീകണ്ടാമിനേഷൻ ഏരിയ വേണം. അവിടെ എന്താ, സ്ലൂസിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ്, കഴുകാനും അത് ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാനും അണുനശീകരണം നടത്താനും ഒരു എന്ത് വേണം, ഒരു ഏരിയ, അതായത് ഡീകണ്ടാമിനേഷൻ ഏരിയ വേണം. അപ്പൊ ഫെസിലിറ്റി ആയിട്ട് പറയുന്നത് ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ ഫെസിലിറ്റികള്. ഫസ്റ്റ് എന്ത് വേണം, ഒരു ഡീകണ്ടാമിനേഷൻ ഏരിയ വേണം. ഓക്കെ, അടുത്ത നോക്കിയേ, ഏരിയ വിത്ത്, സെക്കൻഡ് പോയിന്റ്, ഏരിയ വിത്ത് ഫെസിലിറ്റീസ് ഫോർ റിസീവിംഗ്, സ്റ്റോറിംഗ്, സോർട്ടിംഗ് ആൻഡ് വാഷിംഗ്. വാഷിംഗ് ആട്ടത് WASHING, വാഷിംഗ്. വാഷിംഗ്, ലോഡിംഗ് ഓഫ് സോയിൽഡ് ലിനൻ. കണ്ടോ, അപ്പൊ ഇതിനുള്ള സൗകര്യം വേണ്ടേ, റിസീവ് ചെയ്യാനായിട്ട് തുണികൾ റിസീവ് ചെയ്യണ്ടേ, റിസീവ് ചെയ്യാനുള്ള ഒരു ഇത് വേണം, നമുക്ക് ഏരിയ വേണം. അത് സ്റ്റോർ ചെയ്യാൻ, അതിന് ശേഖരിക്കണ്ടേ, തുണികളൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് അതിന് ഒന്ന് എന്താ പറയാ, സ്റ്റോർ ചെയ്യണം, അത് ശേഖരിക്കണം അല്ലെ, അത് എവിടെയെങ്കിലും വെക്കണം, അതിനുള്ള സ്ഥലം വേണം. സോർട്ടിങ്, അതിന് സോർട്ട് ചെയ്യാനായിട്ട് അല്ലെ, അടക്കാനുള്ളത് വേണം. അത് വാഷ് ചെയ്യാനുള്ള സ്ഥലം വേണം. പിന്നെ ലോഡ് ചെയ്യാനായിട്ട് സോയിൽഡ് ലിനൻ, മഞ്ഞപ്പെട്ട ആയിട്ടുള്ള ലിനൻസ് ഒക്കെ നമ്മളൊന്ന് എന്താ പറയാ, അതിന് നമ്മൾ പറഞ്ഞല്ലോ സെപ്പറേറ്റ് ചെയ്തിട്ട് നല്ല ഡിസ്ഇൻഫെക്ഷൻ ചെയ്യേണ്ടതാണെങ്കിൽ അല്ലെ, ബ്ലീച്ചിലോ അങ്ങനെയുള്ളതൊക്കെ എന്തെങ്കിലും ഇടുന്നതാണെങ്കിൽ അതിലേക്ക് മാറ്റാനായിട്ട്, അപ്പൊ അങ്ങനെയുള്ള ഏരിയകളും വേണം. കണ്ടോ, എന്തൊക്കെയാ വേണ്ടേ, റിസീവിംഗ്, സ്റ്റോറിംഗ്, സോർട്ടിംഗ് ആൻഡ് വാഷിംഗ്, ലോഡിംഗ് ഓഫ് സോയിൽഡ് ലിനൻ. അപ്പൊ അത്രയും ഏരിയ വേണം. ഇതിനൊക്കെ ഉള്ള ഒരു ഏരിയ അവിടെ വേണം. അടുത്ത നോക്കിയേ, പ്രൊവിഷൻ ഫോർ സപ്ലൈ ഓഫ് വാട്ടർ, സ്റ്റീം ആൻഡ് പവർ. പ്രൊവിഷൻ, ഒരു വ്യവസ്ഥ വേണം. ഏതാ, വെള്ളം വേണ്ടേ, വാട്ടർ വേണ്ടേ, അതുപോലെ ഇത് സ്റ്റീം ചെയ്യാനായിട്ട് സ്റ്റീം വേണം. പിന്നെ അതുപോലെ തന്നെ കറണ്ട്, പവർ, അതിനുള്ള ഒരു വ്യവസ്ഥ അവിടെ വേണം. വാട്ടർ, സ്റ്റീം ആൻഡ് പവർ, സപ്ലൈ, അതിനുള്ള ഒരു വ്യവസ്ഥ വേണം. ക്ലീൻ ലിനൻ പ്രോസസിംഗ് റൂം, നാലാമത്തെ പോയിന്റ് ആട്ടോ. ക്ലീൻ ലിനൻ പ്രോസസിംഗ് റൂം, അതായത് ക്ലീൻ ആയിട്ടുള്ള ലിനൻ പ്രോസസ് ചെയ്യാനുള്ള, അതിന്റെ നമ്മൾ പല സ്റ്റെപ്പുകൾ പറഞ്ഞില്ലേ, ക്ലീൻ ഇത് നമ്മൾ അതിനെ തേച്ച് അതിനെ പ്രസ് ചെയ്ത് അത് മടക്കി ഒക്കെയല്ലേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള റൂം വേണം. അതിന് അയൺ ചെയ്യാനുള്ള പ്രത്യേകം റൂം വേണം അല്ലെ. ഇതൊക്കെ വാഷ് ചെയ്തതിനൊക്കെ ശേഷം ആ ക്ലീൻ ലിനൻ അത് മറ്റുള്ള പ്രോസസ്സുകള്, അതായത് അയൺ ചെയ്യുക, ഫോൾഡ് ചെയ്ത് വെക്കുക, മടക്കി വെക്കുക, അപ്പൊ അങ്ങനെയുള്ള ഒരു ഏരിയയും വേണം.
പിന്നെ അടുത്ത് നോക്കിയ സ്റ്റാഫ് ഫെസിലിറ്റീസ്. സ്റ്റാഫിനുള്ള സൗകര്യങ്ങൾ വേണ്ടേ? അവിടെ ആ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവർക്ക് ഉള്ള റൂം വേണ്ടേ? സ്റ്റാഫുകൾക്ക് ഇരിക്കാനുള്ള റൂം അല്ലെ, അവർക്കിടെ കാര്യങ്ങളൊക്കെ വയ്ക്കാനും അങ്ങനെ സ്റ്റാഫുകൾക്ക് വേണ്ട ഫെസിലിറ്റികൾ വേണം. ഏരിയ ഫോർ അയണിങ് പിന്നെ പറയുന്നുണ്ട് കേട്ടോ, വീണ്ടും ഏരിയ ഫോർ അയണിങ്, സ്വിമ്മിങ് ആൻഡ് വെൻഡിങ് ആൻഡ് ക്ലോത്ത്സ് ഡ്രൈയിങ് ഏരിയ. കണ്ടോ, അത് വേറെ അയൺ ചെയ്യാനായിട്ട്. പിന്നെ അടുത്ത് സ്വിമ്മിങ് വെച്ച് തയ്ക്കുക. ഞാൻ പറഞ്ഞില്ലേ, കീറിപ്പോയതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തയ്ക്കും. അല്ലാതെ കീറിയത് അതുപോലെ തന്നെ നമ്മള് എന്താ പറയാ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല അല്ലെ. നമുക്ക് അതുപോലെ തന്നെ ഇടാൻ പറ്റില്ല, അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് തയ്ക്കണം. സ്യൂയിങ് ആൻഡ് മെൻറ്റിങ്. മെൻറ്റിങ് എന്ന് വെച്ചാൽ നന്നാക്കുക എന്നുള്ള മീനിങ് ആട്ടോ. പ്രിപ്പയർ ചെയ്യുക, മെൻറ്റിങ് പ്രിപ്പയർ അല്ലെങ്കിൽ നന്നാക്കുക. ആൻഡ് ക്ലോത്ത്സ് ഡ്രൈയിങ് ഏരിയ. ക്ലോത്ത്സ് ഡ്രൈ ചെയ്യാനുള്ള, ഉണങ്ങാനുള്ള ഏരിയകൾ വേണം. അപ്പൊ ഈ തയ്ക്കേണ്ടതൊക്കെ ആണെങ്കിൽ പ്രത്യേകം അതിന് മെഷീനൊക്കെ വേണ്ടേ, അപ്പൊ അതൊക്കെ ഇടാനും അതിനെ നന്നാക്കാനും, തുന്നാനുള്ളതാണെങ്കിൽ അത് തുന്നാനും അങ്ങനെയൊക്കെ ഉള്ള പ്രത്യേകം ഏരിയ വേണം. പിന്നെ അടുത്ത് നോക്കിയേ, സൊല്യൂഷൻ പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് റൂം. സൊല്യൂഷൻ പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് റൂം, അതായത് നമുക്ക് ഇപ്പൊ ബ്ലീച്ച് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതൊക്കെ റെഡിയാക്കണ്ടേ. എന്തെങ്കിലും ബ്ലീച്ചിലൊക്കെ ഇടുന്നെങ്കിൽ ഡീപ്പായിട്ട് നമ്മൾ വാഷ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അല്ലെ, കറകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയണമെങ്കിൽ അങ്ങനെയുള്ള സൊല്യൂഷൻസ് ഒക്കെ തയ്യാറാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസിൻഫെക്റ്റന്റ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനും അതിനൊക്കെ ഉള്ള എന്ത് വേണം, ഒരു സ്റ്റോറേജ് റൂം വേണം. പിന്നെ നോക്കിയേ, എട്ടാമത്തെ ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റീസ്. കൈകളൊക്കെ കഴുകാനുള്ള സൗകര്യങ്ങൾ വേണം. അതിനുള്ള ടാപ്പും സിങ്കും അപ്പൊ അങ്ങനെയുള്ള ഫെസിലിറ്റികൾ വേണം. അടുത്ത നോക്കിയേ, ലോക്കബിൾ സ്റ്റോർ ടു അക്കോമഡേറ്റ് മെറ്റീരിയൽസ്. പിന്നെ മെറ്റീരിയൽസ് അക്കോമഡേറ്റ് ചെയ്യാൻ, അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസുകൾ അത് വെക്കാനൊക്കെ ആയിട്ട് ലോക്ക് ചെയ്ത് സൂക്ഷിക്കാനായിട്ട് അല്ലെ, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഓപ്പൺ ആക്കി ഇടാൻ പറ്റൂല്ലോ. അപ്പൊ അങ്ങനെയുള്ളത് വെക്കാനായിട്ട് ഒരു സ്റ്റോർ വേണം. അടുത്ത് നോക്കിയേ, ക്ലീൻ ലിനൻ ഇഷ്യൂയിങ് കൗണ്ടർ. ഇനി എല്ലാരും കഴിഞ്ഞു, ലിനനൊക്കെ നമ്മള് തുണിയൊക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തു, അത് ഇഷ്യൂ ചെയ്യണ്ടേ അല്ലേ? ക്ലീൻ ലിനൻ ഇഷ്യൂയിങ് കൗണ്ടർ. ക്ലീൻ ആയിട്ടുള്ള ലിനൻ അത് ഇഷ്യൂ ചെയ്യാനുള്ള ഒരു കൗണ്ടർ വേണം. സ്റ്റോറേജ് പ്ലേസ് ഫോർ ക്ലീനിങ് ഏജന്റ്, സ്റ്റോറിംഗ് ക്ലീൻ ലിനൻ എക്സെട്ര. സ്റ്റോറേജ് പ്ലേസ് ഫോർ ക്ലീനിങ് ഏജന്റ്സ് വെക്കാനായിട്ട്. സ്റ്റോറിംഗ് ക്ലീൻ ലിനൻ, ക്ലീൻ ചെയ്ത ലിനൻ സ്റ്റോർ ചെയ്യാൻ. ഇതൊക്കെ കുറെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് പോയിന്റ്സിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, സ്റ്റോറിംഗ് ക്ലീൻ ലിനൻ എക്സെട്ര. ക്ലീൻ ആയിട്ടുള്ള അത് സ്റ്റോർ ചെയ്യാൻ, ക്ലീനിങ് ഏജന്റ്സ് വെക്കാൻ, അങ്ങനെയൊക്കെ ഉള്ള ഒരു വേറെ സ്റ്റോറേജ് പ്ലേസ് വേണം. അടുത്ത് നോക്കിയേ, 12th പോയിന്റ്, ഇനഫ് സ്പേസ് ഫോർ ഹെവി എക്യുപ്മെന്റ്സ് ലൈക്ക് വാഷിംഗ് മെഷീൻ, സ്ക്യൂസർ എക്സെട്ര. ഇനഫ് സ്പേസ്, ആവശ്യത്തിനുള്ള സ്പേസ് വേണം. ഫോർ എന്തിനാ? ഹെവി എക്യുപ്മെന്റ്സ്. ഹെവി എന്താ പറയാ, ഈ എക്യുപ്മെന്റ്സ് വാഷിംഗ് മെഷീനും സംഭവങ്ങളൊക്കെ വലിയ എന്താ പറയാ, ഹെവി മെഷീൻ അല്ലേ അത് അല്ലേ, നല്ല വെയിറ്റ് ഉള്ള മെഷീൻ അല്ലേ, ലൈക്ക് വാഷിംഗ് മെഷീൻ പോലെ അല്ലെങ്കിൽ സ്ക്യൂസർ എന്ന് പറഞ്ഞാൽ അത് പിഴിയാന്നുള്ള കേട്ടോ, ഡ്രെയിൻ ചെയ്യാനായിട്ട് അത് നമ്മൾ പിഴിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള മെഷീനുകൾ അതൊക്കെ ഹെവി മെഷീനാണ്. അപ്പൊ അത് വെക്കാനായിട്ട് പ്രത്യേക സ്പേസ് വേണം. ഓക്കെ, നമ്മൾ ഒന്നും രണ്ടും തുണിയല്ലല്ലോ, നമ്മുടെ വീട്ടിലൊക്കെ നിസ്സാര തുണികളല്ലേ നമ്മൾ അലക്കണുള്ളൂ. ഇതൊരു ഹോസ്പിറ്റലിലെ മൊത്തം അല്ലേ വരുന്നേ അല്ലേ, അപ്പൊ അത്രയും മെഷീൻസ് വേണ്ടേ? ഇപ്പൊ ഒരു മെഷീനിൽ തന്നെ പറ്റുമോ വാഷ് ചെയ്യലൊക്കെ? അപ്പൊ അതിനുള്ള കുറെ മെഷീൻസുകളും സ്കിൽസ് അത് പ്രത്യേകം പിഴിയാനൊക്കെ ഉള്ള വേറെ ഇതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ വെക്കാൻ, അങ്ങനെയുള്ള ഹെവി മെഷീൻസ് വെക്കാൻ ആവശ്യത്തിനായിട്ടുള്ള സ്പേസ് വേണം. അടുത്ത് നോക്കിയേ, ഡെസ്ക്, counters and cabinets to store files and register. എന്താ ഡെസ്ക്, കൗണ്ടറുകള്, ക്യാബിനറ്റ്സ് ടു ഫയലും രജിസ്റ്ററും ഒക്കെ സൂക്ഷിച്ചു വെക്കാൻ അല്ലെ. ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടിയിട്ടുള്ള രജിസ്റ്ററുകളൊക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ട് എന്ത് വേണം? കൗണ്ടേഴ്സ് ആൻഡ് കൗണ്ടറുകള്, ക്യാബിനറ്റ്സ്, ഡെസ്കുകള് ഇതെല്ലാം വേണം. ഓക്കെ, പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. ഫെസിലിറ്റീസ്
എല്ലാം ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഈ പോയിന്റ്സ് തന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഇതൊന്ന് ഇൻക്ലൂഡ് ചെയ്യണതാണോ? അല്ലാതെ ഇതിനകത്ത് നിന്ന് എന്താ പറയാ വേറെ വൺ വേർഡ്സ് ആയിട്ട് ചോദിക്കാവുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. അഥവാ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ എന്തൊക്കെ സ്പേസ് ഫെസിലിറ്റി വേണം അങ്ങനെയൊക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ എഴുതാനാ പറയുള്ളൂ. അല്ലാതെ ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ. അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാല് ഈ ഇതില് വരുന്നതാണോ എന്നുള്ളത് മനസ്സിലാവൂലേ പോയിന്റ്സ് കണ്ടു കഴിഞ്ഞാല്? ഓക്കെ, ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലോ, എല്ലാവരും ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങൾ തന്നെയല്ലേ? മനസ്സിലാവുന്നില്ലേ? പാർവതി, ആര്യ, സനില, ഷെൽവി, അപർണ, രാഖി, സഫീറ, നസീമ, ഇവിടെ സ്ക്രീനിൽ കാണുന്ന കുറച്ച് പേരാട്ടോ ഞാൻ വിളിച്ചേക്കണേ. ആഷ്ലി, അച്ചു ഒക്കെ അല്ലേ ഇത് പോയിന്റ്സ് കണ്ടു കഴിഞ്ഞാൽ. അല്ലാതെ നിങ്ങളിപ്പോ വേറെ ഒബ്ജക്റ്റീവ് ഒന്നും ഇതിന്ന് ചോദിക്കാനൊന്നും ഇല്ല. അഥവാ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത് ഇൻക്ലൂഡ് ചെയ്യണതോ അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെയാ ചോദിക്കുള്ളൂ കേട്ടോ. ഓക്കെ ആണ്, എളുപ്പമല്ലേ ഇത്? ഓക്കെ, അത് അത്രയും കാര്യങ്ങള് അല്ലെങ്കിൽ ഫെസിലിറ്റീസ് സൗകര്യങ്ങള് ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ വേണം, ഇത്രയും ഏരിയകൾ വേണം. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറി സർവീസ് ഇൻ എ ഹോസ്പിറ്റൽ. ഈ ലോണ്ടറി സർവീസ് ഇമ്പോർട്ടന്റ് ആണോ ഹോസ്പിറ്റലില്? വേണോ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർവീസ് വേണോ ഹോസ്പിറ്റലില്? വേണം. എന്താണ് എന്താ കാര്യം? എന്താ നിങ്ങളൊന്ന് പറഞ്ഞേ, എന്തിനാ വേണം എന്ന് പറഞ്ഞു? എന്തിനാണ് ഈ ഒരു ഇത് സർവീസ്? ഇൻഫെക്ഷൻ വരാതിരിക്കാൻ അല്ലേ? നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇതൊക്കെ വാഷ് ചെയ്ത് ഇൻഫെക്ഷൻ കൺട്രോൾ. ഓക്കെ, വെരി ഗുഡ്. സേഫ്റ്റി, പേഷ്യൻസിന്റെ സേഫ്റ്റി നോക്കണം അല്ലെ? സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മുഷിഞ്ഞ ഡ്രസ്സ് തന്നെ പിന്നെയും കൊടുക്കാൻ പറ്റും അവർക്ക്. അല്ലെങ്കിൽ ഇപ്പൊ തിയേറ്ററിലാണെങ്കിൽ അവരുപയോഗിച്ച ഡ്രസ്സുകൾ അതുപോലെ തന്നെ അടുത്ത ആൾക്ക് സർജറി ചെയ്യുമ്പോൾ ഇടാൻ പറ്റുമോ? അല്ലെ? നമ്മൾ ഈ CSST പഠിച്ചില്ലേ, ഹൈജീനിക്. ശരിയാണ്, ഹൈജീൻ നല്ല ശുചിത്വത്തിനൊക്കെ വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ നമ്മൾ ഈ CSST പറഞ്ഞില്ലേ എക്യുപ്മെന്റ്സുകൾ സ്റ്റെറിലൈസ് ചെയ്ത് കൊടുക്കുന്ന കാര്യം. അതുപോലെ തന്നെ ആ ക്ലോത്ത് ഐറ്റംസും പേഷ്യൻസിന് അല്ലെ? പേഷ്യൻസിന്, സ്റ്റാഫിന്, അവർക്കൊക്കെ ഡ്രസ്സുകൾ ഇപ്പൊ ലാബിലാണെങ്കിലും അവർക്ക് പ്രത്യേകം കോട്ടില്ലേ, ക്ലോത്ത്സ് ഇല്ലേ ലാബിലൊക്കെ ഇത്. അപ്പൊ അങ്ങനെ അത് തിയേറ്ററിൽ അവർക്ക് ഇടാനായിട്ട്, പേഷ്യൻസിന് ഇടാനായിട്ട് ബെഡ്ഷീറ്റ്, പിന്നെ അതുപോലെ കർട്ടൻ സംഭവങ്ങളൊക്കെ ഇല്ലേ, എന്തോരം ക്ലോത്ത് ഐറ്റംസാ. അതൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ അലക്കൂലേ അല്ലെ? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കർട്ടനൊക്കെ അഴിച്ചു മാറ്റും, ബെഡ്ഷീറ്റുകൾ അലക്കും, ആഴ്ചയിലോ രണ്ടോ മൂന്നോ ദിവസം ബെഡ്ഷീറ്റ് അലക്കും, നമ്മുടെ ഡ്രസ്സുകൾ കിട്ടി അലക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ, പേഷ്യൻസിന്റെ സേഫ്റ്റിക്കൊക്കെ വേണ്ടിയിട്ട് ഈ ലോണ്ടറി സർവീസ് വളരെയധികം പ്രധാനമുണ്ട്. നമുക്കത് വേണം ഹോസ്പിറ്റലിൽ. നോക്കിയേ, നമ്മളിപ്പോ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ CSST ഒക്കെ ആണെങ്കിൽ നമ്മൾ പഠിച്ചില്ലേ, അതേപോലെ തന്നെ ഇതും നമുക്ക് ഇൻഫെക്ഷനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ, പേഷ്യൻസിന് സേഫ്റ്റിക്ക് ലോണ്ടറി സർവീസ് അത്യാവശ്യമാണ്. നോക്കിയേ, ആൻഡ് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് ക്യാൻ ഇൻക്രീസ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. കണ്ടോ, പേഷ്യൻസിന്റെ ഒരു എക്സ്പീരിയൻസ് കൂട്ടാനായിട്ട് നമുക്കൊരു എന്താ പറയാ, ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെ? നമുക്കൊരു സംതൃപ്തിയാണ് അല്ലേ? ഒരു കാര്യക്ഷമമായിട്ടുള്ള, ഒരു ഫലപ്രദമായിട്ടുള്ള ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ആ പേഷ്യൻസിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഇൻക്രീസ് ചെയ്യാൻ കാരണമാകും. ആൻഡ് റെഡ്യൂസ്, ആ സമയത്തോ റെഡ്യൂസ് ദ ഡേഞ്ചർ ഓഫ് ക്രോസ് കണ്ടാമിനേഷൻ. ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹാർംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെ? ഇതാണ് ക്രോസ് കണ്ടാമിനേഷൻ. ട്രാൻസ്ഫർ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഫ്രം വൺ പേഷ്യന്റ് ടു അതർ, അല്ലെങ്കിൽ വൺ പേഴ്സൺ ടു അതർ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇൻഫെക്ഷൻ ഒക്കെ പകരുന്നത്. അതിന്റെ ഒരു അപകടം കുറയ്ക്കാൻ സാധിക്കും അല്ലെ? എല്ലാം പ്രോപ്പർ ആയിട്ട് ഡിസ്ഇൻഫെക്ഷൻ ചെയ്ത് നല്ല നീറ്റായിട്ട് നമുക്ക് തരുമ്പോൾ ആ ഇൻഫെക്ഷനെ കുറയ്ക്കാൻ സാധിക്കുന്നു. റെഡ്യൂസ് ദ ഡേഞ്ചർ ഓഫ് ക്രോസ് കണ്ടാമിനേഷൻ. ക്രോസ് കണ്ടാമിനേഷൻ അതായത് ഈ ഇൻഫെക്ഷൻ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആ ഒരു അപകടം അതിനെ കുറയ്ക്കാൻ സാധിക്കുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ അത്. Increase the patient experience and reduce the danger of cross contamination.
It is necessary to have a clean and hygienic laundry. വളരെയധികം അത്യാവശ്യമല്ലേ അലക്കലും കഴുകലൊക്കെ വേണ്ടേ നമുക്ക് അല്ലേ? ക്ലീൻ ആൻഡ് ഹൈജീനിക് ലോണ്ട്രി, വൃത്തിയുള്ള ഒരു ശുചിത്വമുള്ള ലോണ്ട്രി എന്ന് പറയുന്ന ലോണ്ട്രി സർവീസ് വിച്ച് വുഡ് എൻഷുർ എ സേഫ് എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യൻസ്. പേഷ്യൻസിന് നല്ലൊരു അന്തരീക്ഷം, ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യും അല്ലെ? ബെഡ്ഷീറ്റും ഒക്കെ മാറ്റി അവർക്ക് ഇടുന്ന ഡ്രസ്സുകൾ മാറ്റി, ടേബിൾ ക്ലോത്തുകൾ മാറ്റി അല്ലെ, ചവിട്ടി അവിടെ സാധനങ്ങളൊക്കെ മാറ്റി അല്ലെ, ഇതെല്ലാം നീറ്റായിട്ട് ക്ലീൻ ആയിട്ടുള്ളത് കൊടുക്കുമ്പോൾ ആ പേഷ്യന്റിന് നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ലെ, ഒരു സേഫ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം, ഒരു എൻവയോൺമെന്റ് അല്ലെ, നമുക്ക് പരിസ്ഥിതി നമുക്ക് ആ ഒരു ചുറ്റുപാട് നൽകാൻ ഉറപ്പുവരുത്താൻ പറ്റും. ആൻഡ് പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ. പിന്നെ അത് മാത്രമാണോ, എന്താണ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുക, തടയാനും സാധിക്കുന്നു. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ എന്തൊക്കെ കാര്യമാണ് അവിടെ ഇത് പറയുന്നത്. ഓക്കെ, ക്ലീൻ ആൻഡ് ഹൈജീനിക് ലോണ്ട്രി വിച്ച് വുഡ് എൻഷുർ ദ സേഫ് എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യൻസ്. പേഷ്യൻസിന് നല്ലൊരു അന്തരീക്ഷം കൊടുക്കുന്നു, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയുകയും ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ് ഹെൽപ്പിംഗ്. അതുകൊണ്ട് ഇത് എന്തിനു സഹായിക്കുന്നു? ഒരു ക്ലീൻ ലോണ്ട്രി, ലിനൻ ആൻഡ് ലോണ്ട്രി സർവീസ് എന്തിനു സഹായിക്കുന്നു? ഓക്കെ, പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, 4 പോയിന്റ്സ് നോട്ട് ചെയ്യുക കേട്ടോ. ക്ലീൻ ആൻഡ് ഹൈജീനിക് ലോണ്ട്രി ഹെൽപ്പ് ഇൻ ഡാഷ് എന്തിനൊക്കെ സഹായിക്കും? പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന തടയൂലേ അല്ലേ? ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന തടയും. പേഷ്യൻസ് കംഫർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് നല്ല സുഖപ്രദം, നമുക്കൊരു കംഫർട്ട് ഉണ്ടാവും. നമുക്ക് മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കംഫർട്ട് ഉണ്ടാവും, നമുക്കൊരു സുഖം ഉണ്ടാവും. മുഷിഞ്ഞതൊക്കെ നമ്മൾ അലക്കി നല്ല തേച്ച് നല്ല നീറ്റായിട്ട് ഇടുമ്പോഴല്ലേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെ, നമുക്കൊരു സംതൃപ്തിയാണ് അല്ലെ, നമുക്കൊരു സംതൃപ്തി, നമുക്കൊരു കംഫർട്ട്. അതിനെ സഹായിക്കും. എസ്തെറ്റിക് വാല്യൂ എന്താ? അതൊരു സൗന്ദര്യാത്മകമായിട്ടുള്ള വില. അതായത് എന്താ പറയാ, നമുക്കൊരു കാണാനും ഭംഗിയല്ലേ ഇത് അല്ലെ, നല്ല നീറ്റായിട്ട് നല്ല ഇത് ബ്യൂട്ടി അല്ലെ, വിഷ്വലി അപ്പിയറിങ്. ശരിയാ, നമുക്കത് എന്താ നല്ലൊരു മനോഹാരിത നമുക്ക് കണ്ണുകൾക്കും കാണാൻ നല്ല സുഖമാണ് അല്ലെ. അതാണ് വിഷ്വലി നമുക്കത് കാണാൻ നല്ല സുഖമാണ് അല്ലെ. എസ്തെറ്റിക് വാല്യൂ. ദെൻ പോസിറ്റീവ് പബ്ലിക് ഇമേജ്. നല്ലൊരു ഈ പബ്ലിക് ഇമേജ് ഉണ്ടാക്കൂലേ നമുക്ക്? ആ ഹോസ്പിറ്റലിനെ കുറിച്ച് തന്നെ നല്ലൊരു ഇമേജ് കിട്ടൂലേ? നല്ല നീറ്റ് ആൻഡ് ടൈഡി ആണ് അല്ലെ, നല്ല നീറ്റാണ് ഹോസ്പിറ്റൽ എന്നുള്ളൊരു പബ്ലിക് ഇമേജ്, ഒരു പോസിറ്റീവ് പബ്ലിക് ഇമേജിന് ഹെൽപ്പ് ചെയ്യുന്നു. 4 പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടേ. പ്രിവെന്റിംഗ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് തടയുന്നു. പേഷ്യൻസിന് നല്ല സുഖപ്രദമാണ്, അവർക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി ലഭിക്കുന്നു. ഒരു സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു മൂല്യം, ഒരു വില, നമുക്കത് കാണാനും നമുക്ക് അല്ലെ നല്ലൊരു ഭംഗിയാണത്. അങ്ങനെയുള്ള ഒരു വില, മൂല്യം നമുക്ക് കിട്ടുന്നു. പബ്ലിക് ഇമേജ്, ഒരു പോസിറ്റീവ് പബ്ലിക് ഇമേജിനും ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ പോയിന്റ്സ്? 4 പോയിന്റ്സ്. ഓക്കെ, അടുത്ത് നോക്കിയേ. പ്ലാനിങ് ഫോർ ഹോസ്പിറ്റൽ ലിനൻ ലോണ്ട്രി സർവീസ് റിലേസ് ഓൺ. റിലേ എന്ന് പറഞ്ഞ എന്താ? ഡിപ്പെൻഡിങ് ഓൺ. എന്തിനാ ആശ്രയിച്ചായിരിക്കുന്നേ? ഓക്കെ, പ്ലാനിങ് ഫോർ ഹോസ്പിറ്റൽ ലിനൻ ആൻഡ് ലോണ്ട്രി സർവീസ്. അപ്പൊ ലിനൻ ലോണ്ട്രി സർവീസ് അതിന്റെ ഒരു ആസൂത്രണം എന്തിനെയൊക്കെ ആശ്രയിച്ചായിരിക്കുന്നത്? നമുക്കൊരു ഹോസ്പിറ്റലിൽ ഒരു ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസ് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആണെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യണം അല്ലെ, അവിടുത്തെ കാര്യങ്ങള്. അതിനെ എന്തിനെ ആശ്രയിച്ചായിരിക്കണേന്ന് നോക്കിയേ. സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ സൈസ് അല്ലെ, ഹോസ്പിറ്റലിന്റെ വലിപ്പത്തെ ആശ്രയിച്ചിരിക്കും. വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്ക് അതിന്റെ അത്രത്തോളം നമുക്ക് എന്താ പറയാ, പേഷ്യൻസ് കൂടുതലാണ്, സ്റ്റാഫുകൾ കൂടുതലാണ്, അവിടെ വരുന്ന തുണിത്തരങ്ങൾ അല്ലെ, അവർ ഉപയോഗിക്കുന്ന ഡ്രസ് ഐറ്റംസ് കൂടുതലാണ്. അപ്പൊ അതൊക്കെ വാഷ് ചെയ്യാൻ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണ്ടേ? അപ്പൊ അങ്ങനെ വലിയ ഹോസ്പിറ്റലില് ഒരു കുഞ്ഞു ലോണ്ട്രി സർവീസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഹോസ്പിറ്റലിന്റെ വലിപ്പത്തിനനുസരിച്ച് അതും എക്സ്പാൻഡ് ചെയ്യണ്ടേ? അതിന്റെ ഒരു അപ്രോക്സിമേറ്റ് ഒരു ഈക്വൽ ആവണ്ടേ അത് അല്ലെ? വലിയ ഹോസ്പിറ്റലാണ്, കുറെ റൂംസുകൾ ഉണ്ട് അല്ലെ, കുറെ ബിൽഡിങ്ങുകൾ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ചും അതിന്റെ സൈസ് അല്ലെ,
ആ ഹോസ്പിറ്റലിന്റെ സൈസ് അനുസരിച്ച് ആ ലോണ്ടറി സർവീസ് അല്ലെ അതിന്റെ പ്ലാനിങ് വ്യത്യാസപ്പെടും. അപ്പൊ അതിനനുസരിച്ച് തന്നെ ആയിരിക്കണം. ഇപ്പൊ ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ കുറച്ചുള്ളൂ അല്ലെ, ചെറിയ ഇതൊക്കെയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഇത് മതി അവിടെ. ഓക്കെ, അടുത്ത് നോക്കിയേ കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ. കൈൻഡ് ആണ് കേട്ടോ, നിങ്ങളുടെ അങ്ങനെ തന്നെയാണോ നോക്കിയേ, കൈൻഡ് തന്നെയല്ലേ ടെക്സ്റ്റിലും നോക്കിയേ. ഇവിടെ ഷെയർ ചെയ്തേക്കുന്നതിൽ കിങ് എന്നാണേ, അല്ല. ഒന്ന് ശരിയാക്കിയേ. കൈൻഡ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ തരം അനുസരിച്ച് കൈൻഡ് ആണ് കേട്ടോ. KIND കൈൻഡ്, KIND ഹോസ്പിറ്റലിന്റെ എന്ത് നമുക്ക് തരം അനുസരിച്ച് വലിപ്പം അനുസരിച്ച്. ഒന്നാമത്തെ നമ്മൾ വ്യത്യാസപ്പെടും എന്ന് പറഞ്ഞു, സൈസ് അനുസരിച്ച്. രണ്ടാമത്തെ ഏത് ഹോസ്പിറ്റലാണ്, ഹോസ്പിറ്റലിന്റെ തരം അനുസരിച്ച് ഏത് തരത്തിലുള്ള ഹോസ്പിറ്റലാണ് അതിനനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും ഒരുപോലെ അല്ലല്ലോ അല്ലേ, അത് ഓരോ ഇതിന്റെ അനുസരിച്ച് ഓരോ ഹോസ്പിറ്റലില് ഇങ്ങനെയുള്ള ഹോസ്പിറ്റലാണ് അതിനനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും. അടുത്ത നോക്കിയാൽ അവൈലബിലിറ്റി ഓഫ് ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് ഇൻ അഡ്ജോയിനിങ് ഏരിയാസ്. ഇനി നോക്കിയേ, നമുക്ക് തൊട്ടടുത്ത് തന്നെ ഇപ്പൊ അത് നമുക്ക് പറയുന്നുണ്ട് കേട്ടോ, ഔട്ട്സോഴ്സ് സർവീസ്. അതായത് നമുക്ക് ഇപ്പൊ എല്ലാവരും ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യാനൊന്നുമില്ല. ചിലപ്പോ നമ്മൾ റെന്റിന് ഇതുപോലെ പുറത്ത് കൊടുത്ത് ഇങ്ങനെ ചെയ്യിക്കും, ഇങ്ങനെ കരാറ് പോലെ കൊടുത്തിട്ട് എഗ്രിമെന്റ് പോലെ കൊടുത്തിട്ട് പുറമെ ഇങ്ങനെ ചെയ്യുന്ന ഔട്ട്സോഴ്സ് സർവീസുകളുണ്ട്. അപ്പൊ ഹോസ്പിറ്റലിൽ ചിലപ്പോ അങ്ങനെയുള്ളതിനെ ആശ്രയിക്കാം. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, അവൈലബിലിറ്റി ഓഫ് ലിനൻ ആൻഡ് ലോണ്ടറി സർവീസ് ഇൻ അഡ്ജോയിനിങ് ഏരിയ, തൊട്ടടുത്തുള്ള സമീപ പ്രദേശങ്ങളില് ലിനൻ ലോണ്ടറി സർവീസിന്റെ അവൈലബിലിറ്റി, ലഭ്യത നോക്കും. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെ ഇങ്ങനെ നല്ല അലക്കി കഴുകി തേച്ച് നല്ല നീറ്റായിട്ട് തരുന്ന അങ്ങനെ ഔട്ട്സോഴ്സ് സർവീസ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോ ഹോസ്പിറ്റലിൽ അത്രയും അവിടെ ഇമ്പോർട്ടൻസ് വേണോ അതിന്? കുറെയൊക്കെ നമുക്ക് അവിടെ കൊടുത്ത് തന്നെ ചെയ്യിക്കാം അല്ലെ. മനസ്സിലാവുന്നില്ലേ? നമ്മുടെ തൊട്ടടുത്തുണ്ടെങ്കിൽ നമുക്ക് അത്രയും അങ്ങനെ ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കണോ? ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു അയണിങ് തേക്കണ ഒരു ഇത് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ അവിടെ തേക്കണേന് നമുക്ക് അവിടെ കുറച്ച് മതി, കുറെയൊക്കെ നമ്മൾ പുറത്ത് കൊടുത്ത് തേപ്പിക്കാം അല്ലെ. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് എന്താ പറയാ, നമ്മുടെ വീട്ടിൽ അത്രയും കുറച്ച് ചെയ്താൽ മതി. എന്നാൽ കുറേ ദൂരെയാണ്, നമ്മുടെ അടുത്തെങ്ങും ഇല്ല. നമ്മളൊരു 5-10 കിലോമീറ്റർ പോയിട്ട് വേണമെങ്കിൽ നമ്മൾ മടിക്കും. അപ്പൊ നമ്മുടെ അടുത്ത് ഇങ്ങനെ ആ ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെ അതാണ് എഫേർട്ട് അല്ലെ. അതില് നമുക്ക് അധികം എഫേർട്ട് എടുക്കണ്ട, ശരിയാ. അതായത് നമ്മുടെ ഈ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഔട്ട്സോഴ്സ് സർവീസ് ഉണ്ട്, ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് വേറെ അങ്ങനെ പുറമേ ഇങ്ങനെ ചെയ്ത് തന്നെ അതുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന് അത്ര എഫേർട്ട് എടുക്കണ്ട, ശരിയാണ് അല്ലെ. ഹോസ്പിറ്റലിന് അത്രയും ശ്രദ്ധ ആ ഒരു ഇതിലേക്ക് കൊടുക്കണ്ട. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ആസൂത്രണം ചെയ്താൽ മതിയാകും. പിന്നെ അടുത്ത വെതർ കണ്ടീഷൻസ്, വെതർ ഇമ്പോർട്ടന്റ് അല്ലേ, കാലാവസ്ഥയും നമുക്ക് അതിനൊരു ഇമ്പോർട്ടന്റ് തന്നെയല്ലേ അല്ലെ. നമുക്ക് മോശമായിട്ടുള്ള ഒരു ഇപ്പൊക്കെ എങ്ങനെയാ, നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ കഴുകിയിട്ട വേഗം ഉണങ്ങി കിട്ടണ്ടോ? ഇല്ല അല്ലെ. നമ്മുടെ വെതർ നമുക്കൊരു പ്രശ്നം തന്നെയാ അല്ലെ. എന്നാൽ നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടാ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങി കിട്ടും. ഇതിപ്പോ ഒരാഴ്ച ഇതുവരെ ഉണങ്ങുന്നില്ല അല്ലെ, തുണികൾ പുറമെ ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങുന്നില്ല. നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് ഡ്രയറിൽ ഇട്ടാൽ പോലും നമുക്ക് ഉണക്കി എടുക്കാൻ, പിന്നെ അത് തേച്ചൊക്കെ എടുക്കണം അല്ലെ, ഇതൊരു മെനക്കേടാണ്. അപ്പൊ വെതർ കണ്ടീഷനും അങ്ങനെ നോക്കും. പിന്നെ അടുത്ത് നോക്കി ടൈപ്പ് ഓഫ് ക്ലെൻജിനെസ്, അതായത് എന്താ പറയാ ഉപഭോക്താക്കളുടെ തരം, ക്ലെൻജിനൽ എന്ന് വെച്ചാ ഈ നമുക്കത് ഇപ്പൊ നമ്മുടെ പുറമെയൊക്കെ കൊടുക്കൂലേ, അത് അവർക്കുടെ ടൈപ്പ്. ഇടപാടുകാരുടെ തരം, നമ്മളിപ്പോ ഏത് തരത്തിലാണ് അത് എങ്ങനെയാണ് അത് നമുക്ക് ഡീറ്റെയിൽ അടുത്ത പാരഗ്രാഫിൽ അവിടെ വരുന്നുണ്ട് കേട്ടോ. ഒരു ഔട്ട്സോഴ്സിംഗ് സർവീസ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലുകാര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ താഴെ പാരഗ്രാഫിൽ വരുന്നുണ്ട്. അപ്പൊ അത്രയും ആണ് അതിനകത്ത് പറഞ്ഞെങ്കിൽ പോയിന്റ് ഔട്ട് ഇതൊന്ന് നോക്കി വെച്ചോ കേട്ടോ. ഉപഭോക്താക്കളുടെ തരം, സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ, kind of the hospital, availability of linen and laundry service in adjoining area, തൊട്ടടുത്ത സമീപ പ്രദേശത്ത് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസിന്റെ അവൈലബിൾ ആണെങ്കിൽ, വെതർ കണ്ടീഷൻ, ടൈപ്പ് ഓഫ് ക്ലെൻജിനൽ, അതായത് നമുക്ക് ഉപഭോക്താക്കളുടെ തരം. Mechanical laundry service has been established as the best method for washing linen. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത്
മെക്കാനിസ്റ്റ്, അതായത് നമ്മളിപ്പോ കുറച്ചും കൂടി നമ്മളിപ്പോ കൈ കൊണ്ടല്ല അല്ലെ നമ്മൾ കൂടുതൽ ചെയ്യുന്നത് അല്ലെ, ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ മെഷീൻസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത് അല്ലെ, മെഷീൻസ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ ആൾക്കാരും കഴുകാനും നമ്മൾ തന്നെയാണ് വീട്ടിലാണെങ്കിൽ വാഷിംഗ് മെഷീനൊക്കെ അല്ല കൂടുതൽ ഉപയോഗിക്കുന്നത്. അല്ലാതെ ആൾക്കാണ് അതില് ആർക്കും സമയമില്ല, ഇപ്പൊ എല്ലാവരും ജോലിക്കാരാണ്. അപ്പൊ പണ്ട് നമ്മള് ഫുള്ള് അന്നൊന്നും മെഷീനൊന്നും ഇല്ല, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ അത്രയൊന്നും ഇല്ല അല്ലെ മെഷീൻസ്, അല്ലെങ്കിൽ നമ്മുടെ അമ്മമ്മയുടെ ഒക്കെ കാലത്തൊന്നും ഇല്ല. അത് അവര് കല്ലിൽ തന്നെ ഇട്ട് അലക്കണമായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുക അല്ലെ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ മെഷീൻസ് തന്നെയാണ്. സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തില്ല കേട്ടോ. It is not only convenient but safe. അത് എന്താ പറയാ, നോട്ട് ഓൺലി കൺവീനിയന്റ്, അത് കൺവീനിയന്റ് മാത്രം, നമുക്ക് കുറച്ചുകൂടി സുഖപ്രദമല്ലേ അത്. നമ്മള് വെള്ളം എടുത്ത് സോപ്പിട്ട് അലക്കി കഴുകി വാഷ് ചെയ്തൊക്കെ എന്ത് പാടാ തുണി അലക്കാനല്ലേ ഇപ്പൊ എന്താ പറയാ. അപ്പൊ നമ്മൾ അങ്ങനെ മെഷീൻസ് വന്നതോടുകൂടി അത് നമുക്ക് കുറച്ചും കൂടി കൺവീനിയന്റ് ആണ്. ഒന്നും അറിയില്ല അല്ലെ, തുണി കൊണ്ടുവന്ന് അങ്ങ് ഇട്ടാൽ മതി, പിന്നെ കുറച്ച് ബട്ടൺസ് ഒന്ന് തിരിച്ചു വെച്ചാൽ പോരെ അല്ലെ. വെള്ളം തന്നെ വന്നു, സോപ്പ് പൊടി തന്നെ വന്നു, അലക്കി അത് ഒരു പിരിഞ്ഞ് അത് ഉണക്കി നമുക്കടെ കയ്യിലേക്ക് കിട്ടും അല്ലെ. ഹാഫായിട്ട് നമുക്ക് ഫുള്ളായിട്ടില്ലെങ്കിൽ നമുക്ക് അത് ഡ്രൈ ചെയ്ത് ഇപ്പൊ ആ തേച്ച് തന്നെ വരെ വരുന്ന ഇതുണ്ട്, ടെക്നോളജി അത്രയും ഡെവലപ്പ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയ എഫേർട്ട് ഒന്നുമില്ല, കുറച്ച് മുഷിഞ്ഞ തുണി കൊണ്ടുവന്ന് വാരി ഇടുന്നുള്ളൂ അല്ലേ, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ നമുക്കത് എങ്ങനെയാ ഇപ്പൊ അത് കൺവീനിയൻസ് അല്ലേ. അപ്പൊ മെഷീൻ വന്നതോടുകൂടി നമുക്ക് കുറച്ചും കൂടിയും അതെന്താണ് സൗകര്യപ്രദമാണെന്ന് മാത്രമല്ല അത് സേഫ് ആണ്, then dependable and cheaper when compared with the other methods. മറ്റുള്ള മെത്തേഡ്സുകളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അത് ചീപ്പറുമാണ്. നമ്മളിപ്പോ ഒരു ടൈം നമുക്ക് അല്ലെ ടൈം ലാഭിക്കാൻ പറ്റും, ശരിയാ. dependable and cheaper when compared with the other method. അപ്പൊ ഒന്ന് അത് അണ്ടർലൈൻ ചെയ്താണ് കേട്ടോ. കൺവീനിയന്റ് ആണ്, സേഫ് ആണ്, അത് ഡിപ്പെൻഡബിൾ, നമുക്ക് ചീപ്പറാണ്. മറ്റുള്ള മെത്തേഡുകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അത് വളരെ ടൈം കുറച്ച് മതി. ഇപ്പൊ നമ്മളിപ്പോ അലക്കാനായിട്ട് നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇത്ര കിലോ വരെ ഇടാനുണ്ടല്ലോ തുണികള്, അത് നമ്മളൊരു 10 പേരെ നിർത്തി അലക്കാൻ നിർത്താം, 10 പേർക്ക് 1000 രൂപ വെച്ച് കൊടുത്തു നോക്കി, അത്രയും ഇത് വരുമോ, അത്രയും കോസ്റ്റ് വരുമോ നമുക്ക് അവിടെ. വില കുറച്ച് പൈസ കുറച്ച് മതി, കറണ്ടിന്റെ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പൈസ മാത്രം പോരെ അത്. നമ്മൾ അലക്കാൻ ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിലോ, നമ്മൾ അലക്കാൻ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അയാൾക്കൊരു കൂലി കൊടുക്കണ്ടേ. ഇതൊന്നും നിങ്ങൾ ചെയ്യല്ലേ, ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യല്ലോ. ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആട്ടത്, ഇതും കൂടി ഉള്ളത്, എല്ലാവരും കഴിഞ്ഞ് ഇനി നമുക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആവുകയാണ്. ഇതാക്കിയിരുന്നേ, ഇതൊന്നും അത്രയൊന്നും പറഞ്ഞു തരാറില്ല, നിങ്ങളെ കൊണ്ട് എന്നെ പറയിപ്പിക്കുകയാണ് ഈ ഒരു ചാപ്റ്റർ. അതാ ഞാൻ ലാസ്റ്റ് മാറ്റി വെച്ചായിരുന്നു, ഇത് നമ്മൾ ചെയ്യുന്നതല്ലേ. അപ്പൊ നോക്കിയേ, അപ്പൊ നമുക്ക് എന്താണ് മറ്റുള്ള മെത്തേഡുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ചീപ്പറാണ് അല്ലെ. ഇപ്പൊ നമുക്ക് എല്ലാ മെഷീൻ വന്നതോടുകൂടി നമുക്ക് എന്താ പറയാ, നമുക്ക് മെഷീൻ ചെയ്യും. അപ്പൊ പിന്നെ നമുക്ക് ആൾക്കാർക്ക് കാശ് കൊടുത്ത് ചെയ്യിക്കണ്ട അല്ലെ. അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് ചീപ്പറുമാണ്. അടുത്ത് നോക്കിയേ, നെക്സ്റ്റ് 2 സെന്റൻസ് കൂടി അവിടെ എടുക്കാം. One administrator choosing to outsource. ഇനി അഡ്മിനിസ്ട്രേറ്റർ എന്താണ് ഔട്ട്സോഴ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താന്ന് നോക്കി. Why are administrator choosing to outsource? ഔട്ട്സോഴ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം നോക്കി. Having a laundry department involves a lot of labor, advanced machineries, materials and cost. ഓക്കെ, ഒരു ലോണ്ട്രി എന്ന് നമ്മൾ ഇതിനകത്ത് ഹെഡിങ്ങിൽ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റർ, അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്തുകൊണ്ടാണ് പുറമേ കൊടുത്ത് നമ്മളിങ്ങനെ തുണിയൊക്കെ പുറമേ കൊടുത്ത് ആ ഒരു ഔട്ട്സോഴ്സ് സർവീസ് ചൂസ് ചെയ്യാനായിട്ട് കാരണം. ഓക്കെ, ഹാവിംഗ് എ ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് ലേബർ. തൊഴിലാളികൾ കൂടുതൽ വേണ്ടേ,
ജോലിക്കാര് കൂടുതൽ വേണം. നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തൊഴിലാളികളുടെ ലേബർ കൂടുതൽ വേണം. അഡ്വാൻസ്ഡ് മെഷീനറീസ്, അതുപോലെ മെഷീൻസ് കൂടുതൽ വേണ്ടേ? മെഷീനറീസ് കൂടുതൽ വേണം. വാഷ് ചെയ്യാനൊക്കെ ഉള്ളത് എല്ലാടോ ഫിനാൻഷ്യലാണ്, ശരിയാ. നമുക്ക് എന്താ പറയാ, മെഷീനറീസ് കൂടുതൽ വേണം, അഡ്വാൻസ്ഡ് മെഷീനറീസ് വേണം. മെറ്റീരിയൽസ് ആൻഡ് കോസ്റ്റ്, അതിനുള്ള മെറ്റീരിയൽസ് വേണ്ടേ? പിന്നെ കോസ്റ്റ്, ചിലവ് കൂടുതലാണ്. ഈ സാധനങ്ങളൊക്കെ മേടിക്കണം, ആൾക്കാർ നിർത്തണം, മെഷീൻസ് മേടിക്കണം, അല്ലെ? അപ്പൊ അങ്ങനെ കോസ്റ്റും അവിടെ കൂടുതലാണ്, അല്ലെ? മെഡിക്കൽ ലിനൻ ആട്ടോ അത്, മെഡിക്കൽ ലിനൻ, LINENS, linens. Medical linens are always exposed to infectious and dangerous materials. ഇനി നോക്കിയേ, മെഡിക്കൽ ലിനൻ അതെപ്പോഴും എങ്ങനെയാണ്? നമ്മൾ ഹോസ്പിറ്റലിലാണെങ്കിലും ഒക്കെ എടുക്കുന്ന ഈ തുണികള് നമ്മൾ ചീത്തയായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്താ? ഇൻഫെക്ഷൻ ഉണ്ടാവും, അല്ലെ? എക്സ്പോസ്ഡ് ടു ഇൻഫെക്ഷൻ ആൻഡ് ഡേഞ്ചറസ് മെറ്റീരിയൽ, പല അപകടകരമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ, ഏജൻസ് ഇൻഫെക്ഷൻ ഒക്കെ അതിനകത്ത് ഉണ്ടാവാം. അതൊക്കെ അങ്ങനെയുള്ളതൊക്കെ വരാം. അപ്പൊ നോക്കിയേ, ഈ പാർഷ്യൽ പ്രോസസ് ആർ ഇൻ ഫോളോഡ്. നമ്മൾ യഥാർത്ഥത്തിലുള്ള പ്രോസസ്സ് ഇപ്പൊ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്ത് ഡിസിൻഫെക്ഷൻ നടത്തി അത് ഫുള്ളി നമ്മളത് ഇൻഫെക്ഷൻ ഫ്രീ ആക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രൊസീജിയർ നമ്മൾ ആക്ച്വലായിട്ട് പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുക? ഇറ്റ് വുഡ് ഹാവ് എ മേജർ ഇഫക്ട്സ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദ സർവീസ് പ്രൊവൈഡഡ്, അല്ലെ? അത് നമുക്കത് എന്താ പറയാ, ക്വാളിറ്റി, നമ്മൾ കൊടുക്കുന്ന ആ ക്വാളിറ്റി എന്താ പറയാ, എഫക്റ്റ് ഉണ്ടാക്കും, അല്ലേ? നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇത് ചെയ്തില്ല, വെറുതെ ഒന്ന് കഴുകി കൊടുത്തു, അതുകൊണ്ട് കാര്യമില്ലല്ലോ, അല്ലെ? ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി നമ്മൾ ശ്രദ്ധിച്ച് എല്ലാ മൈക്രോബ്സ് ഫ്രീ ആക്കി, അല്ലെ? ജേം ഫ്രീ ആക്കി, ഇൻഫെക്ഷൻ ഇല്ലാതെ വളരെ നീറ്റായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ, അത് പ്രോസസ്സ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. സൈക്കിൾ പോലെ ചെയ്യാനുണ്ട് ഓരോ ഘട്ടങ്ങൾ, അത് അന്നേരം നോക്കാം. അപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ട് ആ പ്രോസസ്സ് നടത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ആ ക്വാളിറ്റീനെ എഫക്ട് ചെയ്യും, അല്ലെ? നമ്മളത് ചെയ്ത ആ സർവീസ്, നമ്മൾ ചെയ്യുന്ന ആ സർവീസിന്റെ ക്വാളിറ്റിനെ എഫക്ട് ചെയ്യും. When a professional medical laundry service of an external agency is to handle hospital linen with a high level of care as per the specialized needs, it is known as outsourcing. ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നു കേട്ടോ. എന്താണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്? ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ മെഡിക്കൽ ലോണ്ടറി സർവീസ് നമ്മൾ പുറമെയുള്ള ഒരു ഏജൻസിക്ക് കൊടുക്കുക ചെയ്യുന്നത്. ഇപ്പൊ കുറെ തുണി അളക്കാനുണ്ട്, അല്ലെ? ഹോസ്പിറ്റലിൽ നിന്നുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് ഒക്കെ കുറെ ഉണ്ട്. അത് നമ്മൾ പുറമെ ഇത്ര രൂപ എന്നുള്ള നിലയിൽ അവർക്ക് ഒരു എക്സ്റ്റേണൽ ഏജൻസിക്ക് കൊടുക്കുകയാണ്. കണ്ടോ? ഈസ് ടു ഹാൻഡിൽ ഹോസ്പിറ്റൽ ലിനൻ. ഇപ്പൊ ഹോസ്പിറ്റലിലെ ലിനൻ കൈകാര്യം ചെയ്യാനായിട്ട് അത് ശരിയാക്കാൻ കോൺട്രാക്ടർ, ശരിയാ, കോൺട്രാക്ടർ നമ്മൾ ഇത്ര രൂപ കരാറിന് നമ്മൾ കൊടുക്കുക ചെയ്യുന്നത് വിത്ത് ഹൈ ലെവൽ ഓഫ് കെയർ. അപ്പൊ അവര് നമ്മൾ പുറമേ കൊടുന്ന് ചെയ്യുമ്പോ അവര് നല്ല ഇത് തരൂലേ? നല്ല ക്വാളിറ്റി തന്നെ ചെയ്തു തരൂലേ? നമ്മുടെ ആവശ്യാനുസരണം നല്ല കെയറോട് കൂടി. ഇതിപ്പോ നമ്മൾ ഒരു പ്രാവശ്യം കൊടുത്ത് മോശമാണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് കൊടുക്കോ? നമ്മളും കൊടുക്കോ? അല്ലെ? അപ്പൊ അതോടെ പുറമെ കൊടുത്ത് ചെയ്യുമ്പോഴെന്താ? അവര് നല്ല ക്വാളിറ്റി തന്നെ ചെയ്തു തരുമെങ്കിലാണ് വീണ്ടും അവർക്ക് നമ്മൾ ഓർഡർ കൊടുക്കുള്ളൂ, അല്ലെ? അവർക്ക് എന്തായാലും വീണ്ടും അവർക്കിടെ ആ ഏജൻസിക്ക് നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവർ അത്രയും ക്ലിയർ ആയിട്ട് തന്നെ നമുക്കത് ചെയ്തു തരും. ഇറ്റ് ഈസ് നോൺ ആസ്, അതിനെയാണ് നമ്മൾ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഔട്ട്സോഴ്സിംഗ് അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ഔട്ട്സോഴ്സിംഗ് എന്താണ്? ഔട്ട്സോഴ്സിംഗ് നമ്മൾ പുറമെയുള്ള ഒരു ഏജൻസിക്ക് ഈ ഹോസ്പിറ്റലിലെ ലിനനെ കൈകാര്യം ചെയ്യാനുള്ള, അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഇത് കൊടുക്കുകയാണ്. അതായത് ഒരു കോൺട്രാക്ടറുള്ള ബേസിൽ നമ്മൾ ഇത്ര രൂപ എന്നുള്ള നിലയിൽ അത് അവർക്ക് കൊടുക്കും. അവരത് എല്ലാ പ്രോസസ്സും ഒക്കെ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് നമുക്ക് കൊണ്ടുതരും. ഓക്കെ, അതാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ അത്രയും കാര്യങ്ങള്? ഓക്കെ, ഒരു സെന്റൻസ് കൂടെ നോക്കിയേ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ. അപ്പൊ ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? നെക്സ്റ്റ് അടുത്ത സെക്ഷനാ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പ്രാക്ടിക്കബിലിറ്റി. അത് ഒരു പ്രായോഗികത, നമുക്ക് എന്താ പ്രായോഗികത. ദെൻ സൈസ്, അതിന്റെ വലിപ്പം. ആൻഡ് എക്കണോമിക്സ്, അതായത് സാമ്പത്തിക ഫിനാൻഷ്യൽ ആയിട്ടുള്ളത് നമ്മൾ നോക്കൂലേ ഹോസ്പിറ്റലിന്റെ, ഓഫ് ദ ഹോസ്പിറ്റൽ. അപ്പൊ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പ്രാക്ടിക്കബിലിറ്റി,
ഒരു പ്രവർത്തി, ഒരു പരിചയം, സൈസ്, ഒരു സാമ്പത്തികമായിട്ടുള്ള ഇത് ഹോസ്പിറ്റലിലെ ഫിനാൻഷ്യൽ, അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റലിൽ പുറമെ നമ്മൾ ആ ഔട്ട്സോഴ്സിങ് ഇതിന് കൊടുക്കുന്നത് കേട്ടോ. ഔട്ട്സോഴ്സിങ് ഡിപ്പെൻഡ് ഓൺ നമുക്ക് അതായത് കുറെ വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അല്ലേ, അതിന്റെ ഒരു പിന്നെ അതുപോലെ പൈസ കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കിയിട്ടാണ്, നമുക്ക് ആറ്റാണെങ്കിൽ മാത്രമാണ് നമ്മൾ അങ്ങനെ പുറത്ത് കൊടുത്ത് ചെയ്യിക്കുള്ളൂ അല്ലേ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെ ഇന്ന് വായിച്ചു വെച്ചേക്കാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.